السلام عليكم ورحمة الله وبركاته. الحمد لله وحده وصل اللهم على من لا نبي بعده وعلى آله وأصحابه أجمعين أما بعد. സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, സങ്കല്പിച്ച് നോക്കുക. നമ്മൾക്ക് ഏറെ ബഹുമാനവും ആദരവുമുള്ള ഒരാൾ, നമ്മളേറെ സ്നേഹിക്കുന്ന ഒരാൾ, വളരെ അപൂർവമായ ഭയങ്കര വിലയുള്ള ഒരു സസ്യം, ഒരു ചെടി, അതൊരു ചട്ടിയിലൊക്കെ ആക്കി നല്ല സുരക്ഷിതമാക്കി നമ്മുടെ കയ്യിൽ തരാൻ. ഇത് പറയാണ്, നിങ്ങളിത് നന്നായിട്ട് സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. കുറച്ച് കഴിഞ്ഞാൽ എനിക്കത് ഇതേ രീതിയിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ എനിക്ക് തിരിച്ചു തരണം. നമ്മളാ ചെടീനെ എത്ര സൂക്ഷ്മതയോടുകൂടിയായിരിക്കും പരിഗണിക്കുക, അതിനെ എത്ര സൂക്ഷ്മതയോടെ പരിപാലിച്ച് കൊണ്ട് നടക്കും. അതിനെ നശിപ്പിക്കുന്ന കീടങ്ങളോ പരാതങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദോഷകരമായ കാര്യങ്ങളോ കളകളോ ഒക്കെ വരുമ്പോൾ നമ്മളതിനെ അകറ്റി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് അതിന് ആവശ്യമുള്ള മരുന്നും വെള്ളവും വളവും ഒക്കെ കൊടുത്ത് നമ്മൾ വളരെ സൂക്ഷിക്കും, ശ്രദ്ധിക്കും. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഇതുപോലെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള നമ്മുടെ മക്കൾ. ഒരു കൃഷിക്കാരൻ അല്ലെങ്കിൽ ഒരു ചെടിയെ പരിപാലിക്കുന്നവൻ അതിനെ നശിപ്പിക്കുന്ന കീടങ്ങളിൽ നിന്നും പരാതങ്ങളിൽ നിന്നും അപകടകരമായ സാഹചര്യങ്ങളിൽ നിന്നും വളരെ നൈർമല്യതയോടെ സൂക്ഷ്മതയോടുകൂടി അതിനെ സംരക്ഷിക്കുകയും അതിന് ആവശ്യമുള്ള വെള്ളവും വളവും ഒക്കെ നൽകുകയും ചെയ്യുന്നത് പോലെ ഒരു ഉമ്മ തൻ്റെ കുഞ്ഞിനെ പരിപാലിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണം എന്ന് പണ്ഡിതന്മാർ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, മക്കളെ പരിപാലിക്കുന്നതിൻ്റെ മഹത്വവും അതിൻ്റെ പ്രതിഫലവും ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഞാനത് ഒരുപാട് പറയുന്നില്ല ഇൻഷാ അല്ലാഹ്. ഒറ്റ ആയത്തിൽ നിന്ന് തന്നെ നമുക്കത് വ്യക്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിക്കുകയാണ്, ഖൂ അൻഫുസകും വ അഹ്ലീകും നാറാ. നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്ത് സംരക്ഷിച്ചു കൊള്ളുക. ഇത് റബ്ബിന്റെ കൽപ്പനയാണ്. അതുകൊണ്ട് തന്നെ ഓരോ കുടുംബനാഥന്റെയും നിർബന്ധ ബാധ്യതയാണ് തൻ്റെ കുടുംബത്തെ നരകത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള അധ്വാനം, പരിശ്രമം നടത്തുക എന്നത്. അവരുടെ ഹിദായത്ത് അല്ലാഹുവിന്റെ കയ്യിലാണ്. പക്ഷെ അതിന് പരിശ്രമിക്കുക, അതിനു വേണ്ട എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യുക എന്നത് ഓരോ മാതാപിതാക്കളുടെയും ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള നിർബന്ധമായി ചെയ്യേണ്ട കാര്യമാണ്. ഈ ഒരൊറ്റ ആയത്ത് തന്നെ ധാരാളമാണ് ഏതൊരാൾക്കും മക്കളുടെ കാര്യത്തിലുള്ള ഇസ്ലാം ദീൻ കൽപ്പിച്ചിട്ടുള്ള ബാധ്യത, അതിൻ്റെ നിർബന്ധം എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ. ഇന്ന് ഇൻഷാ അല്ലാഹ് ഈ ഒരു ചെറിയ സമയത്ത് ബിഇദ്നില്ലാഹ് നമ്മുടെ സലഫു സാലിഹീങ്ങൾ, അതുപോലെ ഖുർആനിലും ഹദീസിലും ഉലമാക്കളും ഒക്കെ മക്കളെ അവർക്ക് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്, എന്തൊക്കെയാണ് അവർക്ക് കൊടുക്കാൻ പറ്റാത്തത് എന്ന് വിശദമായി പല ഇടങ്ങളിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ചില കാര്യങ്ങൾ പറയുക എന്നതാണ് ഇൻഷാ അല്ലാഹ് ഞാൻ ഉദ്ദേശിക്കുന്നത് ബിഇദ്നില്ലാഹ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചെടിയെ നമ്മൾ വളരെ സൂക്ഷിച്ച് അതിനെ സംരക്ഷിക്കുന്ന സമയത്ത് എന്തൊക്കെ അതിന് കൊടുക്കണം, എന്തൊക്കെ അതിൽ നിന്ന് അകറ്റി നിർത്തണം എന്ന് കൃത്യമായി അറിയുന്ന ഒരാൾക്ക് മാത്രമാണ് അതിനെ വിജയകരമായി സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഒന്നാമതായി ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ധാരാളം പണ്ഡിതന്മാർ സൂചിപ്പിച്ചതുപോലെ, നല്ല മക്കൾക്ക് വേണ്ടി ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം നല്ല ഭാര്യയെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നല്ല ഇണയെ തിരഞ്ഞെടുക്കുക എന്നതാണ്. നല്ല ഇണയെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നല്ല ഉമ്മയുടെ, നല്ല ഉപ്പയുടെ നല്ല മക്കൾ ഉണ്ടാകും എന്നത് ഒരു പ്രതീക്ഷയാണ് ബിഇദ്നില്ലാഹ്. അബ്ബാസി കാലഘട്ടത്തിൽ ജീവിച്ച ഒരു വലിയ പണ്ഡിതനാണ് അബുൽ അസ്വദ് അദ്ദുഅലി റഹിമഹുല്ലാഹ്. അദ്ദേഹം തൻ്റെ മക്കളോട് പറഞ്ഞു,
ഖദ് അഹ്സൻതു ഇലൈക്കും സിഗാറൻ വ കിബാറ, നിങ്ങൾ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴും നിങ്ങൾ വളർന്ന് വലുതായപ്പോഴൊക്കെ നിങ്ങളോട് ഏറ്റവും നല്ല രീതിയിലാണ് ഞാൻ പെരുമാറിയിട്ടുള്ളത്. ഏറ്റവും നല്ല ഒരു പിതാവായിരുന്നു ഞാൻ. വഖബ്ല അൻ തുലദു, നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പും ഞാൻ നിങ്ങളോട് നല്ല രീതിയിൽ നല്ല ഒരു പിതാവായിട്ടുണ്ട്. അപ്പോൾ മക്കൾ അത്ഭുതത്തോടു കൂടി ചോദിച്ചു, അല്ല ഉപ്പ, ഞങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ കാര്യത്തിൽ നല്ല നിലക്ക് നിന്നത്? ഞങ്ങൾ ജനിച്ചിട്ടില്ലല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇഖ്തർതു ലക്കും മിനൽ ഉമ്മഹാത്ത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ഭാര്യമാരായി നല്ല ഉമ്മമാരെ തിരഞ്ഞെടുത്തു. നല്ല ദീനുള്ള, അള്ളാഹുവിനെ പേടിക്കുന്ന, അതുപോലെ നല്ല സ്വഭാവ ശുദ്ധിയുള്ള ഭാര്യമാരെ ഞാൻ തിരഞ്ഞെടുത്തു എന്ന് അദ്ദേഹം മക്കളോട് പറയുകയാണ്. അപ്പോൾ നമ്മൾ ഇൻഷാ അള്ളാഹ് കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിലും ചിലപ്പം തിരക്ക് തോന്നും, ഒരു അജലത്ത്. എന്നാ പിന്നെ കുറെ അന്വേഷിച്ചു, നല്ല ദീനുള്ളൊന്നും എവിടെ കിട്ടാനില്ല ഉസ്താദെ. എന്നാ കിട്ടിയത് കണ്ടപ്പോ ഒന്ന് ഇഷ്ടപ്പെട്ടു, എന്തെങ്കിലും ആവട്ടെ. സുബ്ഹാനല്ലാഹ്, അങ്ങനെ തിരക്ക് പിടിച്ച് അപകടത്തിൽപ്പെടുന്ന സഹോദരങ്ങളുണ്ട്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരുപക്ഷെ നമ്മുടെ മക്കളായിരിക്കും അതിന്റെ പ്രയാസം അനുഭവിക്കേണ്ടി വരിക. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഇണകളാകാനും നല്ല കുടുംബം ഉണ്ടാക്കാനും നമ്മൾക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പോൾ രണ്ടാമത്തെ കാര്യം നമ്മൾ നന്നാവുക എന്നതാണ്. നമ്മൾ നല്ല ഉപ്പയും നല്ല ഉമ്മയാകുക എന്നുള്ളതാണ്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ പിന്നെ അറബിയിലും ഇംഗ്ലീഷിലൊക്കെ അറിയപ്പെട്ടൊരു വാക്കുണ്ട്, എന്താണ്? മദർ ഈസ് ദ ബെസ്റ്റ് ടീച്ചർ. അൽ ഉമ്മു പിന്നെ എന്താണ്? അഫ്ദലുൽ മുഅല്ലിമ. ഏറ്റവും നല്ല ടീച്ചർ ആരാണ്? ഉപ്പയാണ്. നമ്മളെ കണ്ടിട്ടാണ് മക്കൾ പഠിക്കുക. അപ്പൊ ആദ്യം നമ്മൾ നിസ്കരിച്ചിട്ടും ശരിയായ രീതിയിൽ സുന്നത്ത് നിസ്കരിച്ചിട്ടും ദിക്ർ ചൊല്ലിയിട്ടും ഒക്കെ മക്കൾക്ക് കാണിച്ചു കൊടുത്ത് നല്ല മാതൃകയാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, സലാഹുൽ വാലിദൈനി ബിൽ ഇൽമി വൽ അമലി മിൻ അഅ്ളമി അൽ അസ്ബാബ് ലിസലാഹി ഔലാദിഹിം. മക്കൾ നന്നാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നെന്താണ്? ഉമ്മയും ഉപ്പയും അറിവ് കൊണ്ടും അമല് കൊണ്ടും നന്നാവുക എന്നതാണ്. നമ്മളൊരു റൂമിൽ ഇങ്ങനെ പിന്നെ ടി വിയിലോ ഫോണിലോ ഇങ്ങനെ സിനിമയും ഹറാമായ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണുക, അപ്പുറത്തെ റൂമിൽ മക്കളെ പൂട്ടിട്ടിട്ട് പഠിക്കടാ, ഖുർആൻ ഓതടാ, അല്ലേ? അസ്തഗ്ഫിറുല്ലാഹ്. എത്രയോ ഉമ്മമാരുണ്ട് മക്കളെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് പള്ളിയിൽ നിസ്കരിക്കാനായിരിക്കും. അവരിങ്ങനെ കിച്ചണിൽ ചുറ്റിപ്പറ്റി അവിടെ നിന്ന് ഇവിടെ നിന്ന് നിസ്കരിച്ചിട്ട് ചിലപ്പോൾ നിസ്കരിക്കും, ചിലപ്പോൾ നിസ്കരിക്കൂല. എത്രയോ ആളുകളെ സുബ്ഹാനല്ലാഹ് മക്കൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് പള്ളിയിൽ പോകും. അവർ വലുതായിട്ട് അവർ ഉപ്പയാകുമ്പോൾ അവർ ഉപ്പാനെ പോലെ ആകാൻ സാധ്യതയുണ്ട്. ആകുമെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല, പക്ഷെ ആകാൻ സാധ്യതയുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ നന്നാവുക എന്നുള്ളതാണ്. മാതാപിതാക്കൾ ഏറ്റവും നല്ല മാതൃക കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇമാം ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മിൻ ബറകത്തി സ്വലാഹി ഫിൽ ആബാഇ അൻ യഹ്ഫദല്ലാഹുൽ അബ്നാ. പിതാക്കൾ നന്നായാൽ അതിന്റെ ബറക്കത്തിൽപ്പെട്ടതാണ്. നമ്മൾ ഉപ്പമാർ നന്നായാൽ, ഉമ്മമാർ നന്നായാൽ അതിന് അള്ളാഹു കൊടുക്കുന്ന ബറക്കത്തിൽപ്പെട്ടതാണ് മക്കളെ അള്ളാഹു സംരക്ഷിക്കും, അവരുടെ സന്താനങ്ങളെ റബ്ബ് സംരക്ഷിക്കും എന്നത്. അപ്പോൾ ഒന്നാമതായി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏറ്റവും നല്ല മാതൃകയുള്ള ഒരു ഉപ്പയായി ഒരു ഉമ്മയായി മാറുക എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞില്ലേ, നിഅമസ് സലഫു അന ലക്കി, നിനക്ക് എത്ര നല്ല മുൻഗാമിയാണ് ഞാൻ. അതായത് ഫാത്തിമക്ക് റളിയല്ലാഹു അൻഹക്ക് ഏറ്റവും നല്ല മാതൃകയായി സ്വന്തം ഉപ്പ തന്നെയാണ്, അല്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ ഏറ്റവും നല്ല മാതൃകയായി മാറുക. അവർ കാണുക, അവർ രാത്രി ചിലപ്പോൾ ദാഹിച്ചിട്ട് എണീക്കുമ്പോൾ അതാ അവരുടെ ഉമ്മ അല്ലെങ്കിൽ ഉപ്പ നിസ്കരിക്കാൻ. എന്ത് നല്ല കാഴ്ചയായിരിക്കും, നിങ്ങൾ ആലോചിച്ച് നോക്കി. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ അവർ സ്കൂളോ മദ്രസ ഒക്കെ വിട്ട് പല കഥകളും ഹറാമായ കാര്യങ്ങളൊക്കെ കേട്ടും, ഹറാമും ഹലാലും ഒക്കെ കേൾക്കുമല്ലോ, പല ജാതി പിന്നെ സ്ഥലങ്ങളിൽ ഓടി നടന്ന് വന്ന് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഉമ്മ ഖുർആൻ ഓതാൻ, അല്ലെങ്കിൽ ഉപ്പ ഒരു നല്ല ദർസ് കേൾക്കാൻ, എന്നിട്ട് ഒരു പേനയും കടലാസൊക്കെ എടുത്ത് എഴുതി പഠിക്കാൻ. എന്ത് നല്ല കാഴ്ചയായിരിക്കും അത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നല്ല മാതൃകയാകാൻ നമ്മൾ ശ്രദ്ധിക്കാം.
അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം, മറ്റൊരു കാര്യം, മക്കൾക്ക് വേണ്ടി നല്ല സന്താനങ്ങളെ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് മക്കളെ കിട്ടണേ എന്ന് ദുആ ചെയ്യുന്നതിനപ്പുറം ഒരാൾ എങ്ങനെയാ ദുആ ചെയ്യേണ്ടത്? സ്വാലിഹായ സന്താനങ്ങൾ, കുറെ മക്കൾ ഉണ്ടാവാന്നുള്ളല്ലോ, മക്കൾ സ്വാലിഹീങ്ങളാകണ്ടേ. അപ്പോ റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, ആരാ പ്രാർത്ഥിച്ചത്? ആരാ അങ്ങനെ പറഞ്ഞത്? റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, ഇബ്രാഹിം അലൈഹിസ്സലാം. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, അല്ലാഹുവേ സാലിഹീങ്ങളായ മക്കളെ നീ എനിക്ക് നൽകണേ. അള്ളാഹു കൊടുത്തത് നബിമാരെയാണ് അല്ലേ? ഇസ്മായിൽ അലൈഹിസ്സലാം, ഇസ്ഹാഖ് അലൈഹിസ്സലാം. അതിനുശേഷം പിന്നെ ആ പരമ്പരയിൽ ധാരാളം ധാരാളം അമ്പിയാക്കൾ, നബിമാർ. അതാണ് ആ പ്രാർത്ഥനന്റെ പിന്നെ ശക്തി, ഫലം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും എന്താ പറഞ്ഞത്? അന ദഅവതു അബി ഇബ്രാഹിം, എൻ്റെ ഉപ്പ ഇബ്രാഹിമിന്റെ ദുആ ആണ് ഞാൻ. അല്ലാഹു അക്ബർ. എൻ്റെ ഉപ്പ ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തതിന്റെ ഫലമാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ ആയിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. അപ്പൊ മക്കള് നന്നാവാൻ, അടുത്ത തലമുറകൾ നന്നാകാൻ വേണ്ടി ദുആ ചെയ്യുക എന്നത് വലിയൊരു കാര്യമാണ്. നമ്മൾ നമ്മുടെ മക്കളെ നന്നാക്കുക എന്നതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ചെറിയൊരു കാര്യമല്ല. നമ്മളെ കുടുംബം നിലനിർത്തുക എന്നുള്ളതല്ല, മറിച്ച് ഈ ദീന് അനുസരിച്ച് ജീവിക്കുന്ന, അള്ളാഹുവിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പതാക ഉയർത്തിപ്പിടിക്കുന്ന, മുഹമ്മദുൻ റസൂലുള്ളയുടെ പതാക ഉയർത്തിപ്പിടിക്കുന്ന വലിയ ഒരു തലമുറയെ നമ്മൾ സൃഷ്ടിക്കാൻ, ഓരോരുത്തരും അതിലേക്ക് ഭാഗവാക്കാകാൻ, ഈ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കുന്നത്. നിസ്കരിക്കുന്ന, അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യുന്ന, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന ഒരു തലമുറയെ നമ്മൾ സൃഷ്ടിക്കുമ്പോൾ ഈ ദീന് നമ്മൾ നിലനിർത്താൻ. ഈ ദീൻ അങ്ങനെയാണ് നിലനിന്നിട്ടുള്ളത്. തലമുറകൾ തലമുറകളായി മക്കളിൽ നിന്ന് മക്കളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടാണ് ഈ ദീന് നിലനിന്നിട്ടുള്ളത്. അതെപ്പം മുറിയുന്നോ അന്ന് ഈ ദീനിന്റെ ഇൽമും അമലും ഒക്കെ അവസാനിച്ച് ഖിയാമത്ത് നാൾ ഉണ്ടാകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ചെറിയ കാര്യമല്ല എന്ന് ഓർമ്മിക്കാം. യരിസുനി, സക്കരിയ അലൈഹിസ്സലാം പറഞ്ഞില്ലേ, യരിസുനി വയരിസു മിൻ ആലി യഅഖൂബ് വജഅൽഹു റബ്ബി റദിയ, വജഅൽഹു റബ്ബി റദിയ. അള്ളാഹുവേ എനിക്ക് നല്ല വെളുത്ത സുന്ദരനായ ഒരു കുട്ടിനെ കിട്ടണേ, നല്ല ആൺകുട്ടിയാകണേ, നല്ല ആരോഗ്യം വേണേ അല്ലേ? അങ്ങനെയാണോ? വജഅൽഹു, അതും വേണം, അതും നല്ലതാണ്. പിന്നെ നല്ല ആരോഗ്യമുള്ള കുട്ടികളെ കിട്ടുക എന്നുള്ളത് നല്ലത് തന്നെയാണ്. അതിനുമപ്പുറം കൽബിന്റെ ആരോഗ്യം നോക്കണമല്ലോ. വജഅൽഹു റബ്ബി റദിയ, അള്ളാഹുവേ നിനക്ക് തൃപ്തിയുള്ള ഒരു കുട്ടിയായിരിക്കണേ, നീ നൽകുന്ന മകൻ നിനക്ക് തൃപ്തിയുള്ള ഒരു കുഞ്ഞായിരിക്കണേ. അള്ളാഹു കൊടുത്തില്ല യഹ്യ അലൈഹിസ്സലാം, സുബ്ഹാനല്ലാഹ്. എന്നിട്ടോ യഹ്യ അലൈഹിസ്സലാമിനെ അള്ളാഹു തൃപ്തിപ്പെട്ടു. നമുക്കറിയാം, സൂറത്ത് പിന്നെ മറിയം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഈ വജഅൽഹു റബ്ബി റദിയ എന്നതുകൊണ്ട് അബ്ദൻ സാലിഹൻ തർദാഹ്, അള്ളാഹുവേ നീ തൃപ്തിപ്പെടുന്ന സാലിഹായ ഒരു അടിമയെ എനിക്ക് നൽകണേ എന്നാണ് സക്കരിയ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചിട്ടുള്ളത്. വതുഹബ്ബിബ്ഹു ഇലാ ഇബാദിക്, നിന്റെ അടിമകൾ ആ സാലിഹായ അടിമയെ ഇഷ്ടപ്പെടുകയും ചെയ്യണം. നീ അവനെ ഇഷ്ടപ്പെടണം, നിന്റെ അടിമകളും അവനെ ഇഷ്ടപ്പെടണം. എന്നിട്ട് ഇമാം സഅദി പറയാൻ, ചുരുക്കത്തിൽ അന്നഹു സഅലല്ലാഹ വലദൻ ദകറൻ സാലിഹ, സാലിഹായ ഒരു ആൺകുട്ടിയെ കിട്ടണം എന്നാണ് അദ്ദേഹം ദുആ ചെയ്തത്. യബ്ഖ ബഅദ മൗതിഹി, തന്റെ മരണശേഷവും ഈ ഭൂമിയിൽ ശേഷിക്കുന്ന ഒരു മകൻ, അങ്ങനെ അദ്ദേഹത്തിന്റെ അനന്തരമായി ഈ ദീൻ നിലനിർത്തുന്ന, ഈ ദീനിന്റെ വിജ്ഞാനം പ്രസരിപ്പിക്കുന്ന നല്ല ഒരു സാലിഹായ സന്താനം കിട്ടണം എന്നാണ് സക്കരിയ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് എന്ന് ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പ്രാർത്ഥിക്കുകയാണ്. അതിനെ വിശദീകരിച്ച് പറയാൻ നോക്കൂ. നിങ്ങൾ ഇബാദുർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ അടിമകൾ, അവരുടെ ദുആ എന്താണ്? വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ദുആ അല്ലേ? ഏറ്റവും ചുരുക്കി മനോഹരമായി റഹ്മാനായ റബ്ബിന്റെ അടിമകളുടെ ഗുണങ്ങൾ പറഞ്ഞെടുത്ത് അല്ലാഹ് പറയാണ്, വല്ലദീന യഖൂലൂൻ,
അവരല്ലാഹുവിന്റെ മുന്നിൽ ദുആ ചെയ്യുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന, അല്ലാഹുവേ ഞങ്ങളുടെ ഇണകളിൽ നീ, ഞങ്ങളുടെ മക്കളിൽ ഞങ്ങൾക്ക് ഖുർറത്തു അയുൻ, കൺകുളിർമ നൽകണം. എന്താണ് ആ കൺകുളിർമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം? സ്വാഭാവികമായി അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന ആൾക്ക് ദീനനുസരിച്ച് ജീവിക്കുന്ന മക്കളെ കാണുമ്പോഴല്ലേ കൺകുളിർമ ഉണ്ടാവുള്ളൂ, അല്ലേ? അവരുടെ സ്വലാഹിയത്ത്, അവർ നല്ല ഉഷാറായി മസ്ജിദിൽ നിസ്കരിക്കുന്നു, അദ്കാറുകൾ ചൊല്ലുന്നു, ഖുർആൻ ഓതുന്നു, ഹിഫ്ള് പഠിക്കുന്നു, മദ്രസയിൽ പോകുന്നു, അപ്പോഴല്ലേ കൺകുളിർമ ഉണ്ടാവുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, തഖ്വയുള്ള ആളുകൾക്ക് മാതൃകയായി, അവരുടെ മുൻനിരയിലുള്ളവരായി നീ ഞങ്ങളെ മാറ്റണേ. എത്ര മനോഹരമായ പ്രാർത്ഥനയാണ്. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ ദുആ ആണ്, മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടിയുള്ള ദുആകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ? പിന്നെ ഇൻഷാ അല്ലാഹ് അടുത്ത വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, 3 ദുആ അല്ലാഹു എന്ത് ചെയ്യൂല, തടയൂല. അതിലൊന്നെന്താണ്? മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആ ആണ്. അപ്പൊ നല്ല മക്കളെ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാം. കല്യാണം കഴിയുന്നതിന് മുമ്പ് ദുആ ചെയ്യാം, നല്ല ഇണയെ കിട്ടാനും നല്ല സന്താനങ്ങളെ കിട്ടാൻ ഇൻഷാ അല്ലാഹ്. പിന്നെ അടുത്തത്, പിന്നെ നല്ല പേരിട്ട് കൊടുക്കുക മക്കൾക്ക്. അതിന്റെ പേരിലില്ലാത്ത തമാശയില്ല, അല്ലേ? സുബ്ഹാനല്ലാഹ്. ആളുകൾക്കിടയിൽ വഷളാക്കപ്പെടുന്ന, അല്ലെങ്കിൽ യാതൊരു അർത്ഥവുമില്ലാത്ത തെറ്റായ, വളരെ വൃത്തികെട്ട അർത്ഥമുള്ള പേര് ഒക്കെ ഇടാതെ ശ്രദ്ധിക്കുക. വളരെ സൂക്ഷിക്കേണ്ട ഒരു സംഗതിയാണ്. അല്ലാഹു അക്ബർ. ചില ആളുകൾ ഇങ്ങനെ ഇപ്പോൾ പല ഭാഷന്റെ ബാക്കിലാണ്. ഏതെങ്കിലും പിന്നെ കാഫറുകളുടെ ഒക്കെ ഭാഷന്റെ ബാക്കിൽ പോയിട്ട് അതിനോടുള്ള ഇത് നിമിത്തം അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അവിടുന്ന് ഇവിടുന്നൊക്കെ കൂട്ടിയോജിപ്പിച്ച് അറബി ആണോ എന്ന് ചോദിച്ചാൽ അറബി ആയിരിക്കും എന്ന് തോന്നുന്ന രീതിയിൽ പല പേരിട്ടിട്ട് ചോദിക്കും, ഉസ്താദേ ഇതിന്റെ അർത്ഥം എന്താണ്? ഉസ്താദ് എത്ര വലിയ ഡിക്ഷണറി എടുത്ത് തപ്പിയാലും കിട്ടൂല, എവിടെ തപ്പിയാലും. ചില പേര് നമ്മൾ കാണുമ്പോൾ വിചാരിക്കും, പക്ഷേ ഇതെങ്ങനെ അറബി ആണെങ്കിലും അറിയില്ല എന്ന് പറഞ്ഞാൽ വിടൂല. ഉസ്താദ് എവിടെയെങ്കിലും നോക്കി എന്തെങ്കിലും ഉണ്ടാവും, തപ്പി നോക്കി. അങ്ങനെ തപ്പിക്കഴിഞ്ഞാൽ സകല AI ഉപയോഗിച്ചിട്ട് തപ്പിയാൽ പോലും കിട്ടില്ല. അമ്മാതിരി പേരുകളാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര മനോഹരമായ പേരുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലേ? അബ്ദുല്ലാഹ്, അബ്ദുറഹ്മാൻ, എത്ര നല്ല പേരാണ്. അഹബ്ബുൽ അസ്മാഇ ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പേരുകൾ അബ്ദുല്ലാഹ് വ അബ്ദുറഹ്മാൻ, എന്ത് നല്ല പേരുകളാണ്. സാലിഹ്, അല്ലേ? സാലിഹ് നല്ല പേരല്ലേ? അല്ലാഹു അക്ബർ. മുസ്ലിം, അത് നല്ല പേരാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നല്ല അർത്ഥമുള്ള പേരുകൾ, നല്ല പേരുകൾ. ആയിഷ, അല്ലേ? പെൺകുട്ടികൾക്ക് നല്ല എത്ര നല്ല പേരുകളുണ്ട്. അത് അതേപോലെ വിളിക്കണം ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അങ്ങനെ ഒരു കുട്ടിയെ നമുക്ക് കിട്ടി, പേരൊക്കെ ഇട്ട്, നല്ലൊരു കുട്ടി, നല്ല പേരൊക്കെ ഇട്ട്, അള്ളാഹുവിനോട് ദുആ ചെയ്ത് നല്ലൊരു കുഞ്ഞിനെ കിട്ടി, പേരിട്ടു. അങ്ങനെ കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഏറ്റവും ആദ്യം നമ്മൾ പകർന്നു കൊടുക്കേണ്ട അറിവ്, ഏറ്റവും ആദ്യം ആ കുഞ്ഞ് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ആ കുട്ടിയുടെ ചെവിയിൽ, കാതുകളിൽ മുഴങ്ങിക്കേൾക്കേണ്ടത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ്. ഈ കലിമത്തു തൗഹീദാണ്. ഈ സുന്നത്തിന്റെ സ്വച്ഛമായ പാതയെക്കുറിച്ചുള്ള അറിവാണ്, അതിന്റെ ബോധമാണ്. നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം അലൈഹിസ്സലാം, യാഖൂബ് അലൈഹിസ്സലാം, ആ നബിമാരൊക്കെ എന്താണ് ചെയ്തത്? വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഅഖൂബ്. എന്താണ് അമ്പിയാക്കൾ വസിയത്ത് കൊടുത്തത് മക്കൾക്ക്? യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീൻ. എൻ്റെ പൊന്നു മക്കളെ, അള്ളാഹു ഇതാ നിങ്ങൾക്കൊരു ദീനിനെ തെരഞ്ഞെടുത്തു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ദീൻ നിങ്ങൾ മുറുകെ പിടിക്കണം. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമീങ്ങളായി കൊണ്ടല്ലാതെ മരിക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടാകരുത്. നിങ്ങളുടെ അവസാന ശ്വാസം ഇസ്ലാമിന്റെ സുന്ദരമായ പാതയിൽ അടിയുറച്ചു നിന്നുകൊണ്ടായിരിക്കണം എന്ന് വസിയ്യത്ത് ചെയ്തിട്ടാണ് അമ്പിയാക്കൾ അവരുടെ മക്കളുടെ മുന്നിൽ നിന്ന് അള്ളാഹുവിലേക്ക് മടങ്ങിച്ചെന്നത്. അത്രയും അവർ അവസാന നിമിഷത്തിൽ പോലും മക്കൾക്ക് വസിയത്ത് കൊടുക്കാൻ, നിങ്ങൾ ഈ ദീന്
പിന്നെ കൈവിടാൻ പാടില്ല. അതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, അം കുൻതും ശുഹദാഅ ഇദ് ഹദറ യഅഖൂബൽ മൗത്ത്, യഅഖൂബ് അലൈഹിസ്സലാമിന് മരണം വന്ന സമയത്ത് നിങ്ങൾ അവിടെ സാക്ഷിയായിരുന്നോ? ഇദ് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി, ആ യാഖൂബ് അലൈഹിസ്സലാം തന്റെ മക്കളോട് ചോദിച്ചു, മാ തഅബുദൂന മിൻ ബഅദി, എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ഇബാദത്ത് ചെയ്യുക? ഖാലൂ നഅബുദു ഇലാഹക്, മക്കള് പറഞ്ഞു, ഉപ്പാ താങ്കളുടെ ഇലാഹായ റബ്ബിനെ, അള്ളാഹുവിനെ മാത്രമേ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുകയുള്ളൂ. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ അള്ളാഹുവിനെ മാത്രമേ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുകയുള്ളൂ. അങ്ങനെ അത് നമ്മൾ സ്വന്തം മക്കളെ മാത്രമല്ല, കുഞ്ഞുങ്ങളൊക്കെ കാണുമ്പോൾ, മുസ്ലിമീങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളായ നമ്മുടെ കുട്ടികളെ കാണുമ്പോൾ അവർക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയിപ്പിക്കുക അവരെ കൊണ്ട്. അതിന്റെ അർത്ഥം ചോദിക്കുക, അല്ലെ? എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം? മാ മഅന ലാ ഇലാഹ ഇല്ലല്ലാഹ്? എന്താ? അഹ്സൻ, ബാറകല്ലാഹു ഫീക്. ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റാരുമില്ല, അല്ലേ? ഇതിങ്ങനെ പഠിപ്പിക്കുക. നിങ്ങളെല്ലാവരും ഇങ്ങനെ എല്ലാവരോടും ചോദിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം എന്താ? കാണുന്നവരോടൊക്കെ ചോദിക്കുക, ഇൻഷാ അല്ലാഹ്. അതറിയാത്തൊരു തലമുറ ഉണ്ടായാൽ പിന്നെ ലോകാവസാനാണ്, അല്ലേ? അല്ലാഹു കാക്കട്ടെ. ശരി, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പിന്നെ വാഹനപ്പുറത്തിരുത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പഠിപ്പിച്ചു കൊടുത്തത്? യാ ഗുലാം, പൊന്നുമോനെ. ഞാൻ വിശദമായി പറയുന്നില്ല, സമയം ഉണ്ടാവില്ല. ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, ഞാനിതാ നിനക്ക് ചില വാക്കുകൾ പഠിപ്പിച്ചു തരാം. എന്നിട്ട് എന്താ പഠിപ്പിച്ചു കൊടുത്തത്? സ്വച്ഛമായ തൗഹീദ്, അല്ലേ? ശുദ്ധമായ തൗഹീദ്. നീ ഒന്നിനെയും പേടിക്കണ്ട, ഒരു മഖ്ലൂഖിനെയും പേടിക്കണ്ട. അള്ളാഹു തീരുമാനിച്ചത് മാത്രമേ നടക്കുള്ളൂ, അല്ലേ? അതുകൊണ്ട് നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് ചോദിച്ചോ, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടിക്കും. ഇതല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. ഈ തൗഹീദ് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾക്ക് സാധിക്കേണ്ടതും. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, കുട്ടികൾ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അവരിങ്ങനെ പതുക്കെ നാവൊക്കെ വഴങ്ങി സംസാരിക്കാൻ തുടങ്ങൂലേ, അപ്പൊ നിങ്ങൾ ആദ്യം അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം, ഫൽയുലഖിനൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ്. അവരെ നാവിൽ ഇങ്ങനെ നിങ്ങൾ പറയിപ്പിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന് പറയിപ്പിക്കുക. അവരുടെ ചെവികളിൽ മുഴങ്ങിക്കേൾക്കുന്ന, അവരുടെ കാതുകളിലൂടെ ആഴ്ന്നിറങ്ങുന്ന ഏറ്റവും ആദ്യത്തെ ശബ്ദം അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവായിക്കൊള്ളട്ടെ, അള്ളാഹുവിന്റെ തൗഹീദിനെ കുറിച്ചുള്ള വിജ്ഞാനമായിക്കൊള്ളട്ടെ എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പഠിപ്പിക്കാൻ. അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ആദ്യമായി പഠിപ്പിക്കേണ്ട വിജ്ഞാനങ്ങളിൽ പെട്ടതാണ് അള്ളാഹു അർശിന് മുകളിൽ നിലകൊള്ളുകയും അങ്ങനെ യൻദുറു ഇലൈഹിം വയസ്മഉ കലാമഹും, അള്ളാഹു നമ്മളെയൊക്കെ അർശിന് മുകളിൽ നിന്ന് നോക്കിക്കാണുന്നുണ്ട്, അതുപോലെ നമ്മുടെ സംസാരം കേൾക്കുന്നുണ്ട് എന്ന് കുട്ടികൾക്ക് ആദ്യമേ പഠിപ്പിച്ചു കൊടുക്കണം എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പഠിപ്പിക്കാൻ. വഹുവ മഅഹും ഐനമാ കാനൂ, അവർ എവിടെ പോയാലും, സ്കൂളിൽ പോയാലും മദ്രസയിൽ പോയാലും പിന്നെ എന്താണ് ഉമ്മാന്റെ വീട്ടിൽ പോയാലും ഉപ്പാപ്പാന്റെ വീട്ടിൽ പോയാലും എവിടെ പോയാലും ഒറ്റക്കൊരു റൂമിലായാലും വഹുവ മഅഹും, അള്ളാഹു നിന്റെ കൂടെയുണ്ട് മക്കളെ എന്ന് നിങ്ങൾ പഠിപ്പിച്ചു കൊള്ളുക. ലുഖ്മാൻ അലൈഹി ഇസ്ലാമിന്റെ ഉപദേശം അല്ലേ? എന്താണ്? നീ ചെയ്യുന്ന അമല് ഒരു അണുമണി തൂക്കത്തിനേക്കാൾ ചെറുതാണെങ്കിലും എന്നിട്ടത് പാറക്കകത്തോ ആകാശത്തോ എവിടെ ഒളിപ്പിച്ചാലും അള്ളാഹു അത് കൊണ്ടുവരും. ലുഖ്മാൻ അലൈഹി സ്വലാം മകന് കൊടുത്ത ഉപദേശമാണ്. അങ്ങനെ അള്ളാഹുവിന്റെ മുറാഖബത്ത്, അള്ളാഹു നമ്മെ കാണുന്നുണ്ട്, അവനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന ബോധം മക്കൾക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാക്കി കൊടുക്കുക. അല്ലാതെ പ്രേതം പിടിക്കും, അല്ല സോംബി പിടിക്കും, അള്ളാഹുൽ മുസ്താൻ. എന്ത് സോംബി അല്ലേ അബ്ദുള്ള? അസ്തഗ്ഫിറുല്ലാഹ്. അള്ളാന്റെ അദാബ് കിട്ടും, അള്ളാഹു ശിക്ഷിക്കും എന്ന് പറയുന്നതിനേക്കാളും വലുതെന്താ ഉള്ളത്? കള്ളം വരും. എന്ത് കള്ളൻ? കള്ളം വന്നാൽ അള്ളാഹ് രക്ഷിക്കുന്ന പഠിപ്പിച്ചു കൊടുക്കണ്ടേ അല്ലേ? ഇൻഷാ അല്ലാഹ് അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയും ഭയം ഉണ്ടാക്കി കൊടുക്കാം മക്കൾക്ക് ബിഇദ്നില്ലാഹ്. ബനു ഇസ്രായേലുകൾ, ഇമാം ഇബ്നുൽ ഖയ്യിം പറയാൻ, ബനു ഇസ്രായേലുകൾ അവരുടെ മക്കൾക്ക് ഇമ്മാനുവേൽ എന്ന് പേരിടും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനത്തെ പേര്? എന്താ ഇമ്മാനുവേൽ എന്നുള്ള പേരിന്റെ അർത്ഥം? ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഇലാഹുനാ മഅനാ, നമ്മുടെ ഇലാഹ് നമ്മോടൊപ്പം ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് സൂക്ഷിക്കണം.
അള്ളാഹു നമ്മളെ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത് അബ്ദുള്ള, അബ്ദുറഹ്മാൻ എന്നൊക്കെ പേരിടണം. അത് അള്ളാഹുവിന് ഇഷ്ടമാണ്. കാരണം ഓർമ്മ വരും, ഞാൻ റബ്ബിന്റെ അടിമയാണ്, ഞാൻ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവനാണ്. അല്ലാതെ ഞാൻ ഏതോ ഫുട്ബോൾ കളിച്ച് നടക്കുന്ന ഏതെങ്കിലും കള്ളുകൂടി ഞാൻ ആരാധിക്കുന്നവനല്ല. അല്ലേ? അള്ളാഹു കാക്കട്ടെ. അപ്പൊ അങ്ങനെയല്ല, ഞാൻ അള്ളാഹുവിനെയാണ് ഇബാദത്ത് ചെയ്യുന്നത്. ഈ ബോധം നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നല്ല മക്കളെ കിട്ടാൻ പ്രാർത്ഥിക്കണം. ഇനി മക്കളെ കിട്ടിക്കഴിഞ്ഞാൽ പ്രാർത്ഥന നിർത്തണോ? സുബ്ഹാനല്ലാഹ്, ഒരിക്കലില്ല. മക്കളെ കിട്ടിക്കഴിഞ്ഞാൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തിരുന്നത്? ഹസൻ ഹുസൈൻ രണ്ടുപേരെയും റളിയല്ലാഹു അൻഹുമ മടിയിൽ കൊണ്ടുവന്നിരുത്തും. അല്ലെ? ഉഈദുകുമാ ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. മന്ത്രിച്ചു കൊടുക്കും, പ്രാർത്ഥിച്ചു കൊടുക്കും, ദുആ ചെയ്യും മക്കളെ മടിയിലിരുത്തിട്ട്. ചിലപ്പോ ഉസാമ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടിയിലിരുത്തി പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ദുആ ചെയ്യാം. നേരത്തെ പറഞ്ഞ ഹദീസ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസ്, 3 പ്രാർത്ഥനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തട്ടുകയില്ല, അതിന് അല്ലാഹു ഉത്തരം നൽകും. അതിലൊന്ന് ദഅവത്തുൽ വാലിദ്, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയാണ്, ദുആആൻ. വദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരന്റെ പ്രാർത്ഥനയാണ്. വദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയാണ്. ഇത് 3 റബ്ബ് തടയുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പഠിപ്പിച്ചു തരാൻ. അതോടൊപ്പം മക്കൾക്ക് നല്ല അറിവ് പഠിപ്പിച്ചു കൊടുക്കുക, ഇൽമ് കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം. ഓരോ മുസ്ലിമും ഇൽമ് പഠിക്കുക എന്നത് ഓരോരുത്തർക്കും നിർബന്ധമാണ്. ദീന് പഠിക്കുക എന്നുള്ളത് ഓരോരുത്തർക്കും നിർബന്ധമാണ്. അപ്പൊ നമ്മൾ ആലോചിക്കണം, ദീന് മുഴുവൻ പഠിക്കൽ നിർബന്ധമാണോ? അല്ല. ഓരോരുത്തരും അറിഞ്ഞിരിക്കൽ നിർബന്ധമായ അറിവുകളുണ്ട്. തൗഹീദ്, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്, നിസ്കാരം, അല്ലെ? ഓരോ മുസ്ലിമിനും നിർബന്ധമായി, വ്യക്തിപരമായി നിർബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അയാൾ പഠിച്ചിരിക്കൽ നിർബന്ധമാണ്. അത് മക്കളെ പഠിപ്പിക്കണം. അത് പഠിപ്പിക്കലും ഉപ്പാന്റെ ഉമ്മാന്റെയും ബാധ്യതയാണ്, നിർബന്ധമാണ്. നിസ്കരിക്കാൻ പഠിപ്പിക്കണം, അതുപോലെ അള്ളാഹുവിന്റെ തൗഹീദ് പഠിപ്പിക്കണം, ദീനിന്റെ അടിസ്ഥാന കാര്യങ്ങൾ പഠിപ്പിക്കണം. അത് എല്ലാ കുട്ടികളെയും പഠിപ്പിക്കൽ നിർബന്ധമാണ്. അതില് പിന്നെ MBBS കഴിഞ്ഞ കുട്ടിക്ക് അള്ളാഹിനെ പറ്റി അങ്ങനെ ഒന്നും അറിയണമെന്നില്ല, തൗഹീദ് ഒന്നും അറിയണമെന്നില്ല, അങ്ങനെ ഉണ്ടോ? ഇല്ല. ദീനിന്റെ അടിസ്ഥാന കാര്യങ്ങൾ എത്ര വലിയ ഡോക്ടറായാലും പഠിച്ചിരിക്കൽ നിർബന്ധമാണ്. എല്ലാവരും പഠിക്കൽ നിർബന്ധമാണ്. അതിനപ്പുറത്തുള്ള ഇൽമ എല്ലാവരും പഠിക്കണോ? എല്ലാ മക്കളെയും പഠിപ്പിക്കണോ? പഠിപ്പിക്കണ്ട. ഇപ്പൊ ഖുർആൻ മുഴുവനും ഹിഫ്ളാക്കണം. എല്ലാ മക്കളും ഖുർആൻ ഫുള്ള് ഹിഫ്ളാക്കൽ നിർബന്ധമാണോ? എല്ലാവരും പഠിക്കൽ നിർബന്ധമല്ല. കഴിയുന്ന മക്കളൊക്കെ വലിയ ഖൈറാണ്. ഖുർആൻ മുഴുവൻ ഹിഫ്ളാക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. പക്ഷെ എല്ലാവരും അങ്ങനെ ചെയ്യൽ നിർബന്ധമാണോ? അല്ല. നേരെ മറിച്ച് ഖുർആനിൽ പറഞ്ഞ പിന്നെ അടിസ്ഥാന കാര്യങ്ങൾ, ദീനിന്റെ ഉസൂലുകൾ പഠിക്കലോ, അത് എല്ലാവരും പഠിക്കൽ നിർബന്ധമാണ്, അല്ലേ? അതുകൊണ്ടാണ് ആ രീതിയിൽ മദ്രസകളൊക്കെ സംവിധാനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിന്റെ സിലബസുകളൊക്കെ അത്തരത്തിൽ സംവിധാനിച്ചിട്ടുള്ളത്. നമ്മളത് വേർതിരിച്ച് മനസ്സിലാക്കണം ഇൻഷാ അല്ലാഹ്. ഏതായിരുന്നാലും ദീനിന്റെ അടിസ്ഥാന കാര്യങ്ങൾ പഠിപ്പിക്കാനും മനഃപ്പാഠമാക്കിക്കാനൊക്കെ നമ്മൾ തയ്യാറാകുക, അതിന് സമയം കണ്ടെത്താം. പണ്ഡിതന്മാർ പറഞ്ഞു, ആർക്കെങ്കിലും ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ, 5 വയസ്സായി കഴിഞ്ഞാൽ അഖദഹു ബിഹിഫ്ദിൽ ഇൽം, ഇൽമ ഹിഫ്ളാക്കാൻ അവനെ പ്രേരിപ്പിക്കുക. ചെറിയ വയസ്സിൽ പെട്ടെന്ന് ഹിഫ്ളാവല്ലോ, അതുകൊണ്ട് ഹിഫ്ളിന് പ്രാധാന്യം കൊടുക്കുക, കാണാതെ പഠിപ്പിക്കുക. ഫഇന്നൽ ഹിഫ്ള ഫി സിഗരി കന്നഖ്ശി ഫിൽ ഹജർ, ചെറിയ വയസ്സിൽ ഹിഫ്ളാക്കുന്നത് കല്ലിൽ കുത്തിവെക്കുന്ന പോലെയാണ്, അത് അവിടെ കിടക്കും. അതുകൊണ്ട് ചെറിയ വയസ്സിൽ, അതുകൊണ്ടാണ് അധികവും ചെറിയ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഉലമാക്കൾ എഴുതിയിട്ടുള്ള കിതാബുകളും അതുപോലെ തന്നെ മുത്തൂനുകളൊക്കെ ഹിഫ്ളാക്കാൻ എളുപ്പമുള്ള ചെറുതായിരിക്കും, ചോദ്യോത്തര രൂപത്തിലൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് ചെറിയ കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി. അത് നമ്മൾ ശ്രദ്ധിക്കും. കുട്ടികൾക്ക് നല്ല ഇൽമ് പഠിപ്പിക്കുക എന്നുള്ളത് ഓരോ ഉപ്പാന്റെയും ഉമ്മാന്റെയും ബാധ്യതയാണ്. ആ ബാധ്യതയാണ് യഥാർത്ഥത്തിൽ മദ്രസകളും ഉസ്താദുമാരും മർക്കസുകളൊക്കെ ഏറ്റെടുക്കുന്നത്. നമ്മളവരെ ഏൽപ്പിച്ചു കൊടുക്കാൻ. പക്ഷെ അത് നടപ്പാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കൽ നമ്മളെ ബാധ്യതയാണ്, അല്ലേ? ഉസ്താദുമാരെ ആ ഉത്തരവാദിത്തമാണ് ഏറ്റെടുക്കുന്നത്. അപ്പൊ അവരോടും അള്ളാഹു ചോദിക്കൂ. അള്ളാഹു കാക്കട്ടെ. നോക്കൂ നിങ്ങൾ, അദ്ദിബ് ഇബ്നക്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദിബ് ഇബ്നക് ഫഇന്നക മസ്ഊലുൻ അൻഹു, നീ നിന്റെ കുട്ടിയെ പഠിപ്പിക്കണം,
അവനെ നല്ല മര്യാദകളും നല്ല സ്വഭാവങ്ങളും നല്ല ഇൽമും പഠിപ്പിക്കണം. അള്ളാഹു നിന്നോട് ആ കാര്യത്തിൽ ചോദിക്കും, മാദാ അദ്ദബ്ത വമാദാ അല്ലംത, നീ നിന്റെ കുട്ടിക്ക് എന്താണ് പഠിപ്പിച്ചത്, എന്താണ് അവനെ പഠിപ്പിച്ച മര്യാദ എന്ന് അള്ളാഹു നിന്നോട് ചോദിക്കും. നിങ്ങൾ ആലോചിക്കുക, സുബ്ഹാനല്ലാഹ്, അള്ളാഹ് ചോദിക്കണം നിന്റെ കുട്ടിയെ നീ എന്ത് പഠിപ്പിച്ചു? യൂട്യൂബിൽ സെർച്ച് ചെയ്യാനോ, റീല് കണ്ട് സമയം കളയാനോ, ബോറടിക്കുന്ന സമയത്ത് റീല് കാണാനോ? എന്താ പഠിപ്പിച്ചത്? അള്ളാഹു കാക്കട്ടെ. വഹുവ മസ്ഊലുൻ അൻ ബിർരിക വതവാഇയതഹു ലക്, മക്കളോട് ഉപ്പാനെ അനുസരിച്ചോ, ഉപ്പാനോട് നല്ല നിലക്ക് നിന്നോ, ഉമ്മാനെ അനുസരിച്ചോ, ഉമ്മാന്റെ അടുത്ത് നല്ല നിലക്ക് നിന്നോ എന്ന് മക്കളോട് അള്ളാഹ് ചോദിക്കുന്നുള്ളതിൽ സംശയമില്ലല്ലോ. അതുപോലെ സംശയമില്ലാത്ത കാര്യമാണ് മാതാപിതാക്കളോട് ചോദിക്കും, നീ നിന്റെ മക്കൾക്ക് എന്ത് പകർന്നു നൽകി, എന്ത് സ്വഭാവം, എന്ത് അറിവ് പകർന്നു നൽകി എന്ന് ചോദിക്കും റബ്ബ്. അള്ളാഹു കാക്കട്ടെ. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മക്കൾക്ക് ഇസ്സത്തോടുകൂടി ഇഫ്ഫത്തോടുകൂടി ആൾക്കാരെ മുന്നിൽ തലകുനിക്കാതെ അഭിമാനത്തോടുകൂടി മുസ്ലിമായി ദീനനുസരിച്ച് ജീവിക്കാൻ എന്തൊക്കെ ഓരോ സാഹചര്യത്തിലും ഓരോ കാലഘട്ടത്തിലും ആവശ്യമാകുമോ അതൊക്കെ പഠിപ്പിക്കാൻ ശ്രമിക്കുക. ഹലാലായത്, ഹറാമായതല്ല, അതിനെപ്പറ്റി വർത്താനല്ല. ഹലാലായ, ഇപ്പോൾ പിന്നെ ഒരു കുട്ടി നന്നായിട്ട് എഞ്ചിനീയറിങ് ബുദ്ധിയുള്ള ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക, അല്ലെ, നല്ല പിന്നെ റിപ്പയറിങ്ങിനൊക്കെ കഴിവുള്ള കുട്ടിയാണെന്ന് വിചാരിക്കുക. ആ കുട്ടിക്ക് അത് ആവശ്യമാണെങ്കിൽ അത് പഠിപ്പിക്കുക, ഹലാലായ അത്തരം വിജ്ഞാനങ്ങൾ കൊടുക്കുക. അത് കൂലി കിട്ടുന്ന കാര്യമാണ്. നമ്മൾ വിചാരിക്കരുത് അത് ദുനിയാവല്ലേ എന്ന് വിചാരിച്ചു ഒറ്റയടിക്കാൻ തട്ടരുത്. അല്ല, ആ കുട്ടി നാളെ വേറൊരാളുടെ മുന്നിൽ പിന്നെ പൈസക്ക് വേണ്ടി യാചിച്ച് പ്രയാസപ്പെട്ട് കഷ്ടപ്പെടുന്നതിനേക്കാളും ആ കുട്ടിക്ക് നല്ലൊരു കൈത്തൊഴിൽ പഠിപ്പിച്ചു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. അതിന് കൂലി കിട്ടും ഇൻഷാ അള്ളാഹ്. ഉലമാക്കൾ, പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. നോക്കൂ നിങ്ങൾ, ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല, ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ വന്നിട്ട് 4ാമത്തെ സ്ഥലത്തെങ്ങാനാണ് ഈ ഇബാറത്ത് പറയുന്നത്. എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തൊരു ഇബാറത്താണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല അവിടുന്ന് പറഞ്ഞു, പിന്നെ ഒരു കുട്ടി, ആ കുട്ടിക്ക് ഗായത്തുൽ ഇഹ്തിയാജ്, അങ്ങേയറ്റത്തെ ആവശ്യമുള്ള ഒരു കാര്യമാണ് ഒരു കുട്ടിക്ക് കൊടുക്കേണ്ടത്. അവൻ്റെ സ്വഭാവം, അതിൽ മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കണം സ്വഭാവം നന്നാക്കാൻ വേണ്ടി. فإنه ينشأ على ما عوده المربي في صغره, ചെറുപ്പത്തിൽ അവരെ വളർത്തുന്ന മാതാപിതാക്കൾ ഏതൊരു കാര്യത്തിൽ ഏതൊരു സ്വഭാവത്തിലായിക്കൊണ്ടാണോ അവരെ വളർത്തിയത് അതിലായിരിക്കും ആ കുട്ടി വളരുക. മനസ്സിലായില്ലേ? അതുകൊണ്ട് ആ വിഷയത്തിൽ, സ്വഭാവ രൂപീകരണത്തിന്റെ വിഷയത്തിൽ അങ്ങേയറ്റത്തെ ശ്രദ്ധ നമ്മൾ കൊടുക്കണം. സത്യം മാത്രം പറയാ, കളവ് പറയാതിരിക്കുക, സ്വബർ, ക്ഷമ പരിശീലിപ്പിക്കുക. അല്ലേ? ചോദിച്ചതെല്ലാം കൊടുത്താൽ ക്ഷമ ഉണ്ടാവോ? ഒരു കുട്ടി എന്ത് ചോദിച്ചാലും നമ്മൾ കൊടുക്കുകയാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ, പ്രത്യേകിച്ച് ആദ്യത്തെ മക്കളോട് നമുക്ക് അങ്ങനെ അബദ്ധം പറ്റിപ്പോവും. ആദ്യത്തെ കുട്ടി അല്ലേ, അതിന് ചോദിച്ചൊക്കെ നമ്മൾ കൊടുത്തു പോകും. അല്ലെങ്കിൽ വല്ലാതെ കൊഞ്ചുന്ന ചെറിയ കുട്ടീനോട് നമുക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നിപ്പോവും. ചോദിച്ചതൊക്കെ കൊടുക്കും. അവസാനം കുട്ടീൻ്റെ സ്വബർ കെടും. എന്തെങ്കിലും കിട്ടാതായാൽ ആ കുട്ടിക്ക് അത് കിട്ടിയില്ലെങ്കിൽ ഒരു വെപ്രാളവും പ്രശ്നമൊക്കെ ആയിരിക്കും. അങ്ങനെയല്ല, ചെറുപ്പം മുതൽ തന്നെ നമ്മൾ നല്ല ശീലങ്ങൾ ശീലിപ്പിക്കുക എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുകയാണ്. അതുപോലെ ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ല പറഞ്ഞ മനോഹരമായ മറ്റൊരു കാര്യം എന്താണ്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പിന്നെ വാക്ക്. എന്താണ്? ഓരോ രക്ഷിതാവും തൻ്റെ മക്കൾ അവരുടെ അവസ്ഥ പരിശോധിക്കണം, അവരുടെ സാഹചര്യം അവസ്ഥ ഒക്കെ പരിശോധിക്കണം. അത് നിർബന്ധമാണ്. നല്ല കഴിവുള്ള ഒരു സ്ഥലത്ത് അടങ്ങി ഒതുങ്ങിയിരുന്ന് നന്നായി ഹിഫ്ളാക്കാനും ഒരുപാട് കാര്യങ്ങൾ, കിതാബുകളും ഗ്രന്ഥങ്ങളൊക്കെ വായിക്കാനും മനസ്സിലാക്കാനും ഒക്കെ കഴിവുള്ള നല്ല ബുദ്ധിയുള്ള കുട്ടികളെ ദീന് പഠിക്കാനും ഈ ഉമ്മത്തിന്റെ നേതൃത്വം നൽകാനൊക്കെ പറഞ്ഞേക്കാം. ദീനിൽ ആഴത്തിൽ വിജ്ഞാനം നേടാൻ സാധാരണ ഒരു പിന്നെ ഉദാഹരണം പറയലുണ്ട്. എന്താ? തലയില്ലാത്ത തെങ്ങ് പള്ളിക്ക് എഴുതി കൊടുക്കും. വലിയ തേങ്ങയൊന്നും കിട്ടാത്ത തെങ്ങ് എന്ത് ചെയ്യും? പള്ളിക്ക് എഴുതി കൊടുക്കും. അതേപോലെ SSLCക്ക് തോറ്റ കുട്ടിനെ എന്ത് ചെയ്യും? പള്ളി ദർസ പഠിക്കാനും മദ്രസയിൽ പഠിക്കാനും ദീന് പഠിക്കാനും. നല്ല മാർക്കുള്ള നന്നായി പഠിക്കണ കുട്ടിയോ, ഓൻ നല്ല മാർക്കുണ്ട്, ഓന് സയൻസ് തന്നെ എടുക്കണം, അവനെ പിന്നെ ദുനിയാവിന്റെ ഇത്തരം വിജ്ഞാനങ്ങൾ തന്നെ എടുക്കണം, ഓന് ഉസ്താദാ,
ഇത്ര ഫുൾ A+ ഉള്ള കുട്ടി ഉസ്താദാവാൻ പോന്ന, ഹൈഫുള്ളാക്കാൻ പോന്ന, ഭയങ്കര എന്തോ നശിക്കാൻ പോയ പോലെയാണ് ആൾക്കാർ ചോദിക്കുക. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അങ്ങനെയല്ല, ഓരോ കുട്ടിക്കും അവരുടേതായ ഖദറുണ്ട്, അവരുടേതായ അവസ്ഥകളുണ്ട്. അത് പരിശോധിക്കണം. ഇന്നത്തെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ നല്ലൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തുക. ഈ കുട്ടി എന്തിനു പറ്റിയവനാണ്, ഇവന്റെ ബുദ്ധിയും കഴിവൊക്കെ എന്താണ് എന്ന് പരിശോധിക്കുക. എന്നിട്ട് ആ മേഖലയിലേക്ക് വിടുക. അപ്പൊ നല്ല നേതൃപാഠവും നല്ല സ്വബറോട് കൂടി ഇരുന്നിട്ട് 100 കണക്കിന് 1000 കണക്കിന് പേജൊക്കെ വായിക്കാൻ പറ്റുന്ന കുട്ടി, അത് മനസ്സിലാക്കാൻ പറ്റുന്ന കുട്ടി, നന്നായിട്ട് എഴുതാനും സംസാരിക്കാനൊക്കെ പറ്റുന്ന കുട്ടികൾ ദീന് പഠിക്കട്ടെ. അതല്ലാതെ നന്നായിട്ട് കണക്ക് കൂട്ടാൻ പഠിക്കുന്ന കുട്ടി, നന്നായിട്ട് കാൽക്കുലേഷൻ ഒക്കെ പവറുള്ള കുട്ടി ആ മേഖലയിൽ പോകട്ടെ, പഠിക്കട്ടെ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ തുടരാൻ, പിന്നെ ചില കുട്ടികൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, എന്താണ്, നല്ല ആരോഗ്യം, നല്ല ഓട്ടവും ചാട്ടവും അങ്ങനെയൊക്കെ കഴിവുള്ള കുട്ടി ഉണ്ടാവും. അങ്ങനെയുള്ള കുട്ടികളെ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല അമ്പെയ്ത്ത്. അന്നത്തെ കാലത്തെ ഒരു നല്ലത് ഇത് പറയാണ്. ഇന്നത്തെ കാലത്ത് അതിന് യോജിച്ച വേറെ ഹലാലായ മാർഗങ്ങൾ ഉണ്ടാവും. നന്നായിട്ട് അമ്പെയ്യാനും പട്ടാളക്കാരനാക്കാനും കുതിര ഓടിക്കാനൊക്കെ ഒരു പഠിപ്പിക്കുക. ഇന്ന് അതിന് യോജിച്ച ഹലാലായ മറ്റു മാർഗങ്ങൾ ഉണ്ടാകും. നല്ല ആരോഗ്യമുള്ള അങ്ങനെയുള്ള കുട്ടികളുണ്ടാവും. ആ കുട്ടിനെ പിടിച്ച് ഇരുത്തിയിട്ട് ചിലപ്പോൾ നമ്മൾ എത്ര അടിച്ചാലും എന്ത് ചെയ്യില്ല, ഒരു പരിധിക്കപ്പുറം ആ കുട്ടിക്ക് പഠിക്കാൻ പറ്റില്ല. പിന്നെ ആ കുട്ടിനെ നമ്മൾ ഷെയ്ഖ് ബിൻ ബാസ് ആക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചാൽ, ഷെയ്ഖ് സയ്യിദ് റസ്ലാൻ പറഞ്ഞ പോലെ, അതുപോലെ ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞ പോലെ, ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞ പോലെ, അതും കിട്ടൂല ഇതും കിട്ടൂല. മനസ്സിലായില്ലേ? ആ കുട്ടി ഇബ്നു ബാസും ആവൂല, എന്നാൽ ആ കുട്ടിക്ക് അള്ളാഹു നിക്ഷേപിച്ചു കൊടുത്ത ഒരു കാര്യം ഉണ്ടാവല്ലോ, ഒരു ഉദ്ദേശം ഉണ്ടാവില്ല, അതും കിട്ടൂല. രണ്ടും ഉണ്ടാവില്ല. അങ്ങനെ ഒന്നിനും കൊള്ളാത്ത മക്കളായിട്ട് നമ്മൾ നമ്മുടെ മക്കളെ ആക്കരുത്. നമ്മൾ ശരിക്കും നിരീക്ഷിക്കണം. ഓരോ മക്കളെയും ചെറുപ്പം മുതൽ നിരീക്ഷിക്കണം. അത് ഉസ്താദുമാരും അധ്യാപകരും മാതാപിതാക്കളും ഒക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അള്ളാഹു തൗഫീഖായിട്ട്. അതിന് ഇന്നത്തെ ആധുനിക കാലത്ത് അതിന്റെ സംവിധാനങ്ങളുണ്ട്. അത് അത്തരത്തിലുള്ള ടെസ്റ്റുകളും പരീക്ഷകളും ഉണ്ട്. അതിൽ ഹലാലായതൊക്കെ നോക്കിയെടുത്തിട്ട് നമ്മൾ അതിനൊക്കെ തയ്യാറാകണം. ഇനി പിന്നെ ഇമാം ഇബ്നുൽ ഖയ്യിം പറയാൻ, എന്താണ്, വഇൻ റആഹു വഅന്നഹു വറആ ഐനഹു മഫ്തൂഹത്തുൻ ഇലാ സുൻഅത്തിൻ മിന സനാഇ. എന്തെങ്കിലും പ്രൊഡക്റ്റ് ഒക്കെ കാണുമ്പോഴേ, ഇപ്പോൾ ഇന്നത്തെ ഒരു ഇതിൽ ഒരു വണ്ടിയൊക്കെ കാണുമ്പോൾ, ഇതെങ്ങനെ ഇപ്പൊ ഈ വണ്ടി ഇങ്ങനെ ഓടുന്നത്, ചാവി തിരിക്കുമ്പോൾ എങ്ങനെ സ്റ്റാർട്ട് ആവണത്, ഇതെന്താ ഗിയർ ഇങ്ങനെ. ചില കുട്ടികൾ നമ്മൾ ചിലപ്പോൾ അതിന്റെ ബോണറ്റൊക്കെ തുറക്കുമ്പോൾ ഓടി അങ്ങ് വരും, ഇതെന്താ അങ്ങനെ, ഇതെന്താ അങ്ങനെ, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള പിന്നെ കണ്ടുപിടുത്തങ്ങളൊക്കെ കാണുമ്പോൾ ആ കുട്ടിന്റെ കണ്ണ്, ഇമാം ഇബ്നുൽ ഖയ്യിം എഴുതി വെക്കാണ്, കാറ് എന്നല്ല കേട്ടോ, ഇങ്ങനത്തെ ഉപകരണങ്ങളൊക്കെ കാണുമ്പോൾ ആ കുട്ടിന്റെ കണ്ണ് ഇങ്ങനെ വികസിക്കുന്നത് നീ കണ്ടാൽ, അതിനോട് ഭയങ്കര താല്പര്യം കാണിക്കുന്നത് നീ കണ്ടാൽ, നീ മനസ്സിലാക്കുക അവന് ആ ഒരു കാര്യത്തിനാണ് ആ കുട്ടിനെ കൊള്ളുക. അത് ഇങ്ങനെ റിപ്പയറിങ് കാര്യങ്ങൾ ഇതിനൊക്കെയാണ് കൊള്ളുക. അപ്പൊ നീ അവനെ ആ മേഖലയിലേക്ക് തിരിച്ചുവിടുക. എന്നാൽ ദീനിന്റെ അടിസ്ഥാന വിദ്യാഭ്യാസം കൊടുക്കണം. അതെല്ലാവർക്കും കൊടുക്കൽ നിർബന്ധമാണ്. അപ്പൊ നല്ല ദീനുള്ള ഒരു മെക്കാനിക്ക്, സത്യസന്ധനായ ഒരു മെക്കാനിക്ക് ഉണ്ടാവട്ടെ, അല്ലേ? നല്ല സൂക്ഷ്മതയുള്ള ദീനുള്ള സ്ത്രീകളെ കണ്ടാൽ കണ്ണ് താഴ്ത്തുന്ന ഒരു ഡോക്ടർ ഉണ്ടാകട്ടെ, അല്ലേ? നല്ലതല്ലേ? അവരവരുടെ കഴിവിന്റെ മേഖലകളിലേക്ക് ആ മക്കളെ പറഞ്ഞയക്കാൻ ശ്രദ്ധിക്കുക. ഇത് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ എഴുതി വെച്ചതാണ്. ഇതുപോലെ ഇമാം സഅദി വിശദമായി എഴുതിയത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫ്ളഹുല്ലാ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ കാണാം. ഷെയ്ഖ് സയ്യിദ് റസ്ലാൻ ഈ ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം എന്ന് പറഞ്ഞ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് വിശദമായി പറഞ്ഞ കാണാം. ചില കുട്ടികൾ എന്ത് ചെയ്യും, ആ കുട്ടിന്റെ പിന്നെ താല്പര്യം, അവന്റെ അഭിവാഞ്ജ എന്ന് പറയില്ലേ, അവന്റെ പാഷൻ എന്തായിരിക്കും? എഞ്ചിനീയറിംഗ് ആയിരിക്കും, അതിന്റെ ബുദ്ധിയായിരിക്കും അവന്. അങ്ങനെ ഷെയ്ഖ് സയ്യിദ് റസ്ലാൻ പറയാൻ, അങ്ങനെ പഠിക്കുന്ന ഒരു കുട്ടി എന്ത് ചെയ്യാണ്, നല്ല പഠിച്ച് പിന്നെ ഡിഗ്രി ഫൈനൽ എത്തുമ്പോൾ ഒരു മസ്ജിദിലോ എവിടെയെങ്കിലും പോയി ദർസ് കേൾക്കുമ്പോൾ ഇൽമിന്റെ മഹത്വം കേൾക്കാൻ, ഉലമാക്കളുടെ മഹത്വം കേൾക്കാൻ. പക്ഷെ ശരിക്കും അവന്റെ ബുദ്ധി എന്തിന്റെ ബുദ്ധിയാ? ഈ എഞ്ചിനീയറിങ്ങിനോ അല്ലെങ്കിൽ അതിനു വേണ്ടി ഒരുങ്ങിയ ഒരു ബുദ്ധിയായിരിക്കും. ആ നിമിഷം അവൻ എന്ത് ചെയ്യാണ്, അതുവരെ ചെലവഴിച്ച പൈസയോ എഫേർട്ടോ എല്ലാം മറന്നിട്ട് അതവിടെ സൈഡിൽ വെച്ചിട്ട് ഇൽമ് പഠിക്കാൻ പോവാണ്. ഇത് ഞാൻ പറഞ്ഞല്ല കേട്ടോ, ഷെയ്ഖ് സയ്യിദ് റസ്ലാൻ ഹഫ്ളഹുല്ലാ അദ്ദേഹം പറഞ്ഞതാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇതിന്റെ പരിണിത ഫലമായി
ധാരാളം തെറ്റുകളിലേക്ക്, തിന്മകളിലേക്ക് ഈ കുട്ടികൾ എത്തിപ്പെടാൻ. അതിൽപ്പെട്ട ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് അൽ ഉഖൂഖ്, മാതാപിതാക്കളെ ധിക്കരിക്കുക എന്നുള്ളത്. കാരണം ഉപ്പ കഷ്ടപ്പെട്ടിട്ട് പഠിപ്പിക്കുന്നതായിരിക്കും അല്ലേ? അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. എന്നിട്ടോ അവസാനം ഇവനെന്താ സംഭവിക്കുക? ഇതുമല്ല അതുമല്ല. ദീനു നന്നായിട്ട് ആഴത്തിൽ പഠിക്കാൻ പറ്റുമോ? പറ്റിയില്ല. എന്നാൽ അവന് തുടങ്ങി വെച്ചതോ അത് പൂർത്തിയാക്കാൻ പറ്റുമോ? അതും പറ്റിയില്ല. തുടക്കത്തിൽ തീരുമാനിക്കുക ഇന്നെ കൊണ്ട് എന്താണ് പറ്റുക. ഇപ്പൊ ചിലര് അബദ്ധവശാൽ തിരിച്ചും സംഭവിക്കാം. നന്നായിട്ട് ധാരാളം കിതാബുകൾ വായിക്കാനും ഉലമാക്കളുടെ സംസാരങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനും നന്നായിട്ട് ഹിഫ്ളാക്കാനൊക്കെ കഴിവുള്ള, ദീന് പഠിക്കാൻ കഴിവുള്ള ഒരാളെ അടിച്ച് നിർബന്ധിച്ച് പ്രശ്നമാക്കിയിട്ട് അവന് ഇഷ്ടമല്ലാതെ പിടിച്ച് ഉന്തിത്തള്ളി എന്തൊക്കെയിട്ടുണ്ടാവും? വല്ല കെമിസ്ട്രി പഠിക്കാനോ അല്ലെങ്കിൽ ഫിസിക്സ് പഠിക്കാനോ എഞ്ചിനീയറിങ്ങിനോ എന്തെങ്കിലും അയച്ചിട്ടുണ്ടാവും. അവൻ ഒരു നിലക്കും അത് പഠിച്ചാൽ തലയിൽ കയറണില്ല ഉണ്ടാവാലോ. അവർക്ക് ഇത് ബാധകമല്ല. അവർക്ക് ദീന് പഠിക്കാൻ പറ്റുമെങ്കിൽ അവർക്ക് മാറാം, വേറെ രക്ഷയില്ലല്ലോ. ഞാൻ ഉദ്ദേശിച്ച അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. അത് വേർതിരിച്ച് മനസ്സിലാക്കണം. ബാറക്കല്ലാഹു ഫീക്കും. അല്ലാഹു അക്ബർ. അപ്പൊ രണ്ടും കിട്ടാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പോകരുത്. ഇൽമ് കുട്ടികൾക്ക് നിർബന്ധമായി പഠിക്കേണ്ട ഇൽമ എല്ലാവർക്കും കൊടുക്കുക. അതല്ലാത്ത ദീനിയായി തന്നെ ഹലാലായ നല്ല ഇഫത്തോടു കൂടി ആളുകളുടെ മുന്നിൽ തലകുനിച്ച് പൈസക്ക് വേണ്ടി ഇങ്ങനെ കെഞ്ചി നടക്കേണ്ട, ദാരിദ്ര്യം പിടിച്ച് പ്രയാസപ്പെട്ട് കടം വാങ്ങി ബുദ്ധിമുട്ട് ജീവിക്കേണ്ട എന്തിനാണ് ഇതിന്റെ ആവശ്യം? ഇമാം ഷാബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഒരു ഉപ്പ തൻ്റെ മകന് വേണ്ടി ഉപേക്ഷിക്കുന്ന അനന്തരങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലതാണ്, ഏറ്റവും അഭിമാനത്തോടെ നല്ല സുഖമായി ജീവിക്കാൻ സാധിക്കുന്ന രീതിയിൽ സമ്പത്ത്. നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മുടെ മക്കൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും സമ്പത്ത്. എന്തിനാണ് ഈ പൈസ കൊടുക്കുന്നത്? അടിച്ചു പൊളിച്ച് ജീവിക്കാനാണ്? അല്ല, ഹലാലായി പിന്നെ മറ്റൊരാളുടെ മുന്നിൽ തലകുനിച്ച് മറ്റാൾക്കാരോട് ചോദിക്കാതെ നല്ല അഭിമാനത്തോടു കൂടി ജീവിക്കാൻ, സ്വതക്ക ചെയ്യാൻ, ഇസ്സത്തോടു കൂടി നല്ല രീതിയിൽ ദീനനുസരിച്ച് ജീവിക്കാൻ. മനസ്സിലായില്ലേ? അല്ലാതെ ദാരിദ്ര്യം ഉണ്ടാകട്ടെ എന്നല്ല ആഗ്രഹിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വയംബഗി ലിവലിയിഹി അൻ യുജന്നിബഹുൽ അഖ്ദു അൻ മിൻ ഗൈരിഹി ഗായത തജന്നുബ്. മറ്റുള്ളവരെ അടുത്തുനിന്ന് ചില കുട്ടികളുണ്ട്, നിങ്ങൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവിടെയുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടുവരാ. അത് വളരെയധികം കുട്ടികളെ വിലക്കണം. ബാക്കിയുള്ളവൻ്റെത് കണ്ട് ആഗ്രഹിക്കുക ഇല്ലേ? വേറെ സംഭവങ്ങളൊക്കെ കണ്ടാൽ അതെനിക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുക. അത് നമ്മൾ ഒഴിവാക്കണം. മനസ്സിലായോ? വേറെയുള്ള ആൾക്കാർക്ക് നമുക്ക് വേണ്ട. നമുക്ക് അള്ളാഹു തന്നത് എന്താണ് അതേ നമുക്ക് ആവശ്യമുള്ളൂ, മക്കൾക്ക് ആവശ്യമുള്ളൂ. അത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം മക്കൾക്ക്. അങ്ങനെ ശീലമായി കഴിഞ്ഞാലോ വേറെയുള്ള ആൾക്കാരതൊക്കെ എടുത്ത് അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്തോണ്ടെന്ന് കളിച്ച് അത് ഉപയോഗിച്ച് അങ്ങനെ ശീലമായി കഴിഞ്ഞാലോ, പെൻസിലും പെന്നും വീട്ടിൽ വന്ന് ബാഗ് തുറന്നു നോക്കുമ്പോൾ അപ്പുറത്തിരിക്കുന്ന കുട്ടിന്റെ റബ്ബർ, ഇപ്പുറത്തിരിക്കുന്ന കുട്ടിന്റെ പിന്നെ ഷാർപ്നർ, ഇതൊക്കെ കുട്ടികളോട് കർശനമായി വിലക്കണം, പഠിപ്പിക്കണം. അങ്ങനെ അല്ലാതെ നമ്മളതൊക്കെ ഇങ്ങനെ വല്യാക്കി വിട്ട് കഴിഞ്ഞാലോ ഈ കുട്ടി എന്താണ് ശീലിക്കുക? ബാക്കിയുള്ളവരുടെ അടുത്ത് നിന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടും ചോദിക്കാതെ എടുത്ത് ആ ഒരു തെറ്റായ ശീലം ആ കുട്ടികൾക്ക് ഉണ്ടാകും. അത് വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. മറ്റുള്ളവരിൽ നിന്ന് എടുക്കുക എന്നുള്ളതല്ല കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, പിന്നെയോ മറ്റുള്ളവർക്ക് കൊടുക്കാനും ചെലവഴിക്കാനും പഠിപ്പിച്ചു കൊടുക്കുക. അതാണ് കുട്ടികളെ ശീലിപ്പിക്കേണ്ടത്. കുട്ടികളെ കയ്യിൽ പൈസ കൊടുത്തിട്ട് സ്വതക്ക ചെയ്യിപ്പിക്കുക അല്ലേ? സുബ്ഹാനല്ലാഹ്, അത് നമ്മൾ ശീലിപ്പിക്കും. വഇദാ അറാദൽ വലിയു അൻ യുഅതി ശൈഅൻ അഅതാഹു ഇയ്യാഹു അലാ യദിഹി ലിയദൂഖ ഹലാവതൽ ഇഅതാ. ഞാൻ ഒരു പാവപ്പെട്ട ഒരാൾക്ക് സ്വതക്ക ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? എൻ്റെ കുട്ടിനെയും കൂട്ടി കൊണ്ടുപോയിട്ട് അവൻ്റെ കൈ കൊണ്ട് കൊടുപ്പിക്കാൻ. ഇമാം ഇബ്നുൽ ഖയ്യിം പറയാം, അങ്ങനെ ചെയ്യണം. അങ്ങനെ കൊടുക്കുന്നതിൻ്റെ മധുരം, നമ്മൾ ഒരാൾക്ക് സ്വതക്ക കൊടുക്കുമ്പോൾ അയാളുടെ സന്തോഷവും അയാളുടെ കണ്ണ് നിറയുന്നതും കണ്ടിട്ട് നമ്മുടെ മനസ്സ് സംതൃപ്തമാക്കുന്നതിൻ്റെ ആ ഒരു മധുരം, അത് മക്കളെയും കൂടി ആസ്വദിപ്പിക്കുക, അതുവരെ ശീലിപ്പിക്കുക എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പഠിപ്പിക്കുക. അപ്പോൾ ഈ കൊടുക്കണമെങ്കിൽ അവരെ അധ്വാനിക്കാനും ജോലി ചെയ്യാനൊക്കെ നമ്മൾ ശീലിപ്പിക്കണം. മനസ്സിലായില്ലേ?
അത് നല്ല സ്കില്ലുകൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഇൻഷാ അള്ളാഹ് ബാറക്കല്ലാഹു ഫീക്കും. അതിനൊക്കെ അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. നല്ല ലജ്ജ, നാണം ഉണ്ടാക്കുക. ലജ്ജയുള്ള കുട്ടികളെ കളിയാക്കരുത്. അത് ഒരു നാണം കുടുങ്ങി അല്ല, അത് നല്ല ഗുണാണ്. നീ ഒരു കുഞ്ഞിന്റെ കാര്യത്തിൽ അവന് ലജ്ജ ഉള്ളവനാണെന്ന് കണ്ടാൽ നീ മനസ്സിലാക്കുക, ഇമാമിങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞു, നീ മനസ്സിലാക്കുക, റുജിയ ഖൈറുഹു, അവന്റെ ഖൈറ് നീ പ്രതീക്ഷിക്കണം. അവൻ നല്ല ഖൈറ് ഉള്ളവനാണ് എന്ന് നീ പ്രതീക്ഷിക്കണം. അതുപോലെ തന്നെ കുട്ടികളോട് റഹ്മത്ത് കാണിക്കുക, അവധാനത കാണിക്കുക, കാരുണ്യം കാണിക്കുക. എല്ലാ കാര്യത്തിനും ഇങ്ങനെ കുറ്റം പറഞ്ഞ് അടിച്ച് പ്രശ്നം ഉണ്ടാക്കി പരാതി പറഞ്ഞ് കുട്ടികളെ ആകെ മടുപ്പിക്കരുത്. അങ്ങനെയല്ല, കുട്ടികളോട് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിനുള്ള അധ്വാനം, പഠനങ്ങൾ നമ്മൾ നടത്തന്നെ ചെയ്യണം ഇൻഷാ അള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലൈസ മിന്നാ മൻ ലം യർഹം സഗീറനാ വയഅരിഫ് ശറഫ കബീറനാ. മുതിർന്ന ആളുകളുടെ സ്ഥാനം മനസ്സിലാക്കാത്തവനും അവരുടെ മഹത്വം മനസ്സിലാക്കാത്തവനും കുട്ടികളോട് കാരുണ്യം ചെയ്യാത്തവനും നമ്മിൽപ്പെട്ടവനല്ല. നല്ല റഹ്മത്തോടു കൂടി അവരോട് പെരുമാറുക. ഇപ്പോ സമയോ നിർത്തല്ലേ? അപ്പോൾ ആ റഹ്മത്തോടു കൂടി എന്ത് ചെയ്യുക, മക്കളോട് പെരുമാറാൻ ശ്രദ്ധിക്കുക ഇൻഷാ അള്ളാഹ്. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمد رسول الله. أشهد أن محمد رسول الله. حي على الصلاة. حي على الصلاة. حي على الفلاح. حي على الفلاح. الله أكبر. الله أكبر. لا إله إلا الله. കുട്ടികളോട് റഹ്മത്ത് കാണിക്കുക, റിഫ്ഖ് കാണിക്കുക എന്നുള്ളത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. അവരോട് അക്രമം, അനീതിയൊക്കെ പ്രവർത്തിക്കാതിരിക്കുക. അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ദേഷ്യം തീർക്കാനല്ല ശിക്ഷിക്കേണ്ടത്. മനസ്സിലായില്ലേ? ശിക്ഷിക്കുന്നത് വേറെ. ഷെയ്ഖുൽ ഇസ്ലാം ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറഞ്ഞു, തഅദീബു ഷൈഉൻ വതഅദീബു ഷൈഉൻ. ശിക്ഷിക്കുക എന്നുള്ളത് വേറെയാണ്, അദബ് പഠിപ്പിക്കുക എന്നുള്ളത് വേറെയാണ്. അദബ് പഠിപ്പിക്കാനുള്ള ഒരു ടൂള് മാത്രമാണ് ചില ഘട്ടങ്ങളിൽ അവർ ചെയ്ത ഗുരുതരമായ തെറ്റുകൾക്ക് ശിക്ഷിക്കുക എന്നുള്ളത്. എല്ലാ കാര്യത്തിനും കുട്ടികളെ ചെറുതും വലുതായി യാതൊരു വ്യത്യാസമില്ലാണ്ട് അടിക്കുക,
പ്രയാസപ്പെടുത്തുക, ആക്രമിക്കുക, പീഡിപ്പിക്കുക. അല്ലാഹുൽ മുസ്തആൻ, ഹറാമാണ്. ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അധ്യാപകരെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞു, പിന്നെ ഒരു മുഅല്ലിം തൻ്റെ വിദ്യാർത്ഥികളോട് അതിരുവിട്ട് പ്രവർത്തിക്കാനോ അവരെ പിന്നെ അതിരുവിട്ട് ശിക്ഷിക്കാനോ അവരോട് ദുൽമ ചെയ്യാനോ പാടില്ല. അത് ഹറാമാണ്. ശരിയല്ലേ? അത് മക്കളോടാണെങ്കിൽ ഹറാം ചെയ്യാൻ പറ്റുമോ? ദുൽമ ചെയ്യാൻ പറ്റുമോ? അല്ലാഹുൽ മുസ്തആൻ. കുട്ടികളെ പൊള്ളിക്കുക, ചില ആൾ മതിലേക്ക് വലിച്ചെറിയുക, അങ്ങനത്തെ ചില പ്രാന്തന്മാരുണ്ട്. അല്ലാഹുൽ മുസ്തആൻ. ഇല്ലേ? അല്ലാഹു കാക്കട്ടെ. അവരുടെ കൈക്ക് പിടിക്കണം, ചികിത്സിക്കണം. കുട്ടികൾ അങ്ങനെ ആക്രമിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരെ അടിക്കാൻ പാടില്ല എന്ന് ശറഅ പഠിപ്പിച്ചിട്ടില്ല. അടിക്കേണ്ട സമയത്ത് അടിക്കണം. അടിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല മുഅദ്ദിബ്, ഏറ്റവും ശൈഖുൽ ഇസ്ലാം ഇമാം ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞ പോലെ ഏറ്റവും നല്ല അദബ് പഠിപ്പിക്കുന്ന ഏറ്റവും നല്ല അധ്യാപകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിക്കാൻ അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ ആ അടി അങ്ങനത്തെ അടിയാണ്. കുട്ടിനെ എടുത്തിട്ട് മതിലേക്ക് എറിയലാണോ? അല്ല. അല്ലാഹു അക്ബർ. അല്ലാഹു കാക്കട്ടെ. ദുൽമ ചെയ്യാൻ പാടില്ല. നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കാൻ, 10 വയസ്സായിട്ട് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നല്ല അടി കിട്ടും. അടിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് പറഞ്ഞത്. മനസ്സിലായോ? അടി കൊടുക്കണം. എന്നാൽ അടിക്കൊരു പരിധിയുണ്ട്. നമ്മളെ ദേഷ്യം തീർക്കാനുള്ള അടിയല്ല അത്. ചില പണ്ഡിതന്മാർ പറഞ്ഞ പോലെ, ആരെ പറഞ്ഞ എനിക്ക് ഓർമ്മയില്ല, കുട്ടികളെ അടിക്കുന്ന സമയത്ത് നമ്മുടെ കൽബില് എന്താ അവസ്ഥ? നമ്മളെ കൽബില് ചിരിയെ സന്തോഷമായിരിക്കണം. ഇൻഷാ അല്ലാഹ് ഈ അടിയോടുകൂടി ഇവന് നന്നാകണം എന്നുള്ളൊരു നല്ല ചിന്ത ആയിരിക്കണം. അല്ലാതെ എൻ്റെ ഫുൾ ഫ്രസ്ട്രേഷൻ, എൻ്റെ ഫുൾ ടെൻഷനും ദേഷ്യവും ഭാര്യയോടും അമ്മായിയമ്മനോടൊക്കെ ഉള്ള ദേഷ്യം കുട്ടീൻ്റെ അടുത്ത് തീർക്കരുത്. അല്ലാഹു കാക്കട്ടെ. ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് ദുൽമാണ്. അത് കുട്ടീനെ അദബ് പഠിപ്പിക്കും. നിന്റെ കുട്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. നിന്റെ കുട്ടിയല്ല. ഇന്ന ലില്ലാഹി മാ അഖദ് വലഹു മാ അതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിയുടെ പേരക്കുട്ടി മരിച്ചപ്പോൾ പറയാൻ പഠിപ്പിച്ച പ്രാർത്ഥന എന്താണ്? ഇന്ന ലില്ലാഹി മാ അഖദ്. നിന്നിൽ നിന്ന് മരണപ്പെട്ടു പോയ കുഞ്ഞ് അത് അള്ളാഹുവിൻ്റെതാണ്. വലഹു മാ അതാ. നിനക്ക് അല്ലാഹ് തന്നത് അത് അള്ളാഹുവിൻ്റെതാണ്. അതുകൊണ്ട് അള്ളാഹു തിരിച്ചെടുത്തതാണ്, അള്ളാഹിൻ്റെതാണ്, അള്ളാഹ് തന്നതാണ്. യഹബു ലിമൻ യശാഉ ഇനാസൻ വയഹബു ലിമൻ യശാഉ ദുകൂർ. അള്ളാഹു ചിലർക്ക് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കൊടുത്തതാണ്. എൻ്റെ കുട്ടി എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുമെന്ന് തീരുമാനിച്ച് കളയരുത്. അള്ളാഹു കാക്കട്ടെ. അപ്പൊ റഹ്മത്ത്, കാരുണ്യം, അനുഭാവപൂർവം കുട്ടികളോട് പെരുമാറുന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ചെറിയ കാര്യം പോലെ നീതി കാണിക്കുന്ന കാര്യം അല്ലേ? കുട്ടികളെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമല്ലേ? ഒരു കുട്ടിക്ക് കൂടുതൽ പിന്നെ കൊടുക്കുക, ഒരു കുട്ടിക്ക് കുറച്ച് കൊടുക്കുക റസൂലുള്ളാഹി ഹറാമാക്കിയ കാര്യമല്ലേ? അത്ര പോലും ചെയ്യാൻ പാടില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഞങ്ങളൊരു വലിയ വടിയെടുത്തിട്ട് കുട്ടിൻ്റെ കാല് മുറിയുമാറ് അടിക്കുക, അല്ലെങ്കിൽ കുട്ടി 2 ദിവസം പനിച്ച് കിടക്കുന്ന രൂപത്തിൽ പീഡിപ്പിക്കുക? അള്ളാഹു കാക്കട്ടെ. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ശറഅ ഒരിക്കലും അതിനെ അനുവാദം നൽകുന്നില്ല. അത് നമ്മൾ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കി. കുട്ടികളോട് നീതി കാണിക്കുക എന്നത് വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഅ്ദിലൂ ബൈന ഔലാദിക്കും, ഇഅ്ദിലൂ ബൈന ഔലാദിക്കും. നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ നീതി കാണിക്കുക. ഇതിന് പിന്നിൽ വലിയ ഒരു ചെറിയ കഥ ഉണ്ട്. ഇൻഷാല്ലാഹ് ഞാൻ സമയക്കുറവുകൊണ്ട് പറയുന്നില്ല. നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹുവിന്റെ കഥ നിങ്ങൾ പോയി പരിശോധിച്ച് നോക്കുക ഇൻഷാ അല്ലാഹ്. ഫത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വഅദിലൂ ബൈന ഔലാദിക്കും, നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ നീതിപൂർവം പ്രവർത്തിക്കണം. അപ്പോൾ മക്കളോട് അദിൽ കാണിക്കുക എന്നുള്ളത് ബാധ്യതയാണ്. അവരോട് സത്യസന്ധത കാണിക്കുക, കളവ് പറയരുത്. മനസ്സിലായോ? ഇന്ന് നേരത്തെ ഉറങ്ങിക്കഴിഞ്ഞാൽ നാളെ രാവിലെ എനിക്ക് സ്കൂളിൽ പോകുമ്പോൾ മദ്രസയിൽ പോകുമ്പോൾ ഞാൻ ഇന്നതൊക്കെ ഉണ്ടാക്കി കൊടുക്കും, ഉണ്ടാക്കിത്തരാം, എനിക്കിഷ്ടമുള്ള എന്തെങ്കിലും ഉണ്ടാക്കിത്തരാം. അപ്പോൾ കുട്ടി വേഗം ഇൻഷാ അല്ലാഹ് നാളെ ഉമ്മ എനിക്കത് ഉണ്ടാക്കിത്തരും. ഉറങ്ങി രാവിലെ എണീറ്റപ്പോഴോ ഇല്ല, എപ്പോഴും ആ ഉപ്പുമാവ് നിന്നു. പറഞ്ഞാലത് പാലിക്കണം. പാലിക്കാൻ പറ്റാത്തത് പറയാണ്ടെന്നാൽ മതിയേ. നമുക്ക് ചെയ്യാൻ പറ്റാത്തത്, ഇപ്പോൾ ചില കുട്ടികൾ നല്ല മറ്റേ ബാറ്ററിയിൽ ഓടുന്ന കാറൊക്കെ കാണുമ്പോൾ നമ്മളെ കുട്ടികൾ ഇങ്ങനെ ആശിച്ചിങ്ങനെ നോക്കാണ് ഇല്ലേ? ചിലപ്പോൾ കരയും, ഉപ്പ എനിക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ വാങ്ങിത്തരാടാ. കയ്യിൽ ഒരു പൈസ ഉണ്ടാവില്ല. എന്തിനാണ് പറ്റാത്ത കാര്യം പറയണത്? ഇൻഷാ അല്ലാഹ്
മോന് ദുആ ചെയ്യുക, അള്ളാഹു നിനക്ക് ചിലപ്പോൾ അത് എന്ത് ചെയ്യും, കിട്ടിച്ചു തരും. ചിലപ്പോൾ മോന് നല്ല മോനായാൽ അള്ളാഹിലേക്ക് ചേർത്തി പറയാം. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫ്ളഹുല്ല പറഞ്ഞ പോലെ അള്ളാഹു നിനക്കിത് തരാൻ എന്നെ തോന്നിപ്പിച്ചാലോ എന്ന് പറയാം കുട്ടികളോട് ഇൻഷാ അള്ളാഹ്. അപ്പൊ ആ രീതിയിൽ സത്യസന്ധത മക്കളോട് കാണിക്കുക, അവരോട് കളവ് പറയാതിരിക്കുക, കളവ് ശീലിപ്പിക്കാതിരിക്കുക. അതുപോലെ തന്നെ ഹലാലായ ഭക്ഷണം കൊടുക്കുക. മക്കൾക്ക് കൊടുക്കേണ്ട കാര്യം ഹറാമായത് അവരെ തീറ്റിക്കരുത്, ഹലാല് കൊടുക്കുക. നമ്മളും തിന്നരുത്, അവരെയും തീറ്റിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലാ യദ്ഖുലുൽ ജന്ന മൻ നബത ലഹ്മുഹു മിൻ സുഹ്തിൻ. ഹറാമ് കൊണ്ട് തൻ്റെ ഇറച്ചി ഉണ്ടാക്കിയവൻ, അതായത് തൻ്റെ ശരീരത്തെ ഹറാമ് കൊണ്ട് പുഷ്ടിപ്പെടുത്തിയവൻ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അന്നാറു ഔലാ ബിഹി, നരകമാണ് അതിന് ഏറ്റവും യോജിച്ചത്. നമ്മളെ മക്കളെ നരകത്ത് കൊണ്ടുപോയിടോ, തീയിൽ കൊണ്ടുപോയിടോ? ഇടോ? ഇല്ലല്ലോ. അപ്പൊ അവർക്ക് ഹറാമായത് തിന്നാൻ കൊടുക്കരുത്, നമ്മളും തിന്നരുത് ഇൻഷാ അള്ളാഹ്. അവർക്ക് കൊടുക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവാണ്. ഇൻഷാ അള്ളാഹ് ഇനി 10 മിനിറ്റേ ഉള്ളൂ. നമ്മൾ ഇതുവരെ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ മതി. ഷിർക്കിന്റെ കേന്ദ്രങ്ങൾ അതിന്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുപോകരുത്. സിഹറിന്റെയും സാഹര്യങ്ങളുടെയും അടുത്തേക്ക് തന്നെ നമ്മളെ മക്കളെ കൊണ്ടുപോകരുത്. അള്ളാഹു കാക്കട്ടെ. അല്ലേ? പിന്നെ ലുഖ്മാൻ അലൈഹിസ്സലാം മകനെ ഉപദേശിച്ചപ്പോൾ എന്താ പറഞ്ഞത്? യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം. മോനെ, നീ ഷിർക്ക് ചെയ്യാൻ പാടില്ല, അത് ഏറ്റവും വലിയ ദുൽമാണ്. ആ കുട്ടിനെയാണ് നമ്മൾ ടൂർ കൊണ്ടുപോകുമ്പോൾ, മൈസൂരും പിന്നെ പല നാടുകളിലും ടൂർ കൊണ്ടുപോകുമ്പോൾ ചെരുപ്പൊക്കെ അയച്ച് മഖ്ബറിന്റെ അകത്തും, അത് ടൂറാണ്, ചരിത്രം പഠിക്കാൻ. അമ്പലത്തിന്റെ അകത്തൊക്കെ ചെരുപ്പൊക്കെ അയച്ച് ഭയങ്കര ഭവ്യതയോടെ കയറ്റണത്. അല്ലാഹുൽ മുസ്തആൻ. അത് ചെയ്തത് ചിലപ്പോൾ ഷിർക്കാകണം എന്നില്ല, പക്ഷെ അങ്ങനത്തെ ശൈത്താനീയത്തിന്റെ സ്ഥലങ്ങളിലേക്ക് തന്നെ കുട്ടികളെ കൊണ്ടുവരും. നമ്മളിങ്ങനെ വണ്ടി പോകുമ്പോൾ ഷിർക്കിന്റെ വലിയ വലിയ അടയാളങ്ങളും ആഘോഷങ്ങളും കാണാൻ കുട്ടികൾ ഇങ്ങനെ ഭയങ്കര കളർഫുള്ളായിട്ട് ഇങ്ങനെ നോക്കാൻ. നമ്മളെന്താ കുട്ടികളോട് പഠിപ്പിച്ചു കൊടുക്കുക? അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. അല്ലേ? അതൊക്കെ ഷിർക്കാണ് മോനെ, ഭയങ്കര അപകടമാണ്, കാലാകാലം നരകത്തിൽ കിടക്കാൻ കാരണമാകുന്ന സംഗതികളാണ്. അത്തരം കാര്യങ്ങളോട് അതിൽ നിന്ന് അകന്നു നിൽക്കാൻ കുട്ടികളെ ശീലിപ്പിക്കുക, പഠിപ്പിക്കുക. അതുപോലെ തന്നെ കുട്ടികളോട് നേരത്തെ ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞു, ദുൽമ ചെയ്യാൻ പാടില്ല. നേരത്തെ പറഞ്ഞ പോലെ ഇമാമുൽ തഅദീബു ശൈഉൻ വ തഅദീബു ശൈഉൻ. അദബ് പഠിപ്പിക്കുന്നത് വേറെ, ശിക്ഷിക്കുന്നത് വേറെ. അത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ്. തീരെ അടിക്കാൻ പാടില്ല എന്നല്ല, അടി അത്യാവശ്യത്തിന് കുട്ടിക്ക് യോജിച്ച രീതിയിൽ അവന് പേടി ഉണ്ടാകുമെങ്കിൽ, റിസൾട്ട് ഉണ്ടാകുമെങ്കിൽ അടിക്കുക ഇൻഷാ അല്ലാഹ്. അതുപോലെ മോശം കൂട്ടുകെട്ടുകളിൽ നിന്ന് കുട്ടികളെ സുരക്ഷിതരാക്കി നിർത്തുക. ഒരു അമ്മക്കോഴി ചെറിയ കുഞ്ഞുങ്ങളെ ചിറകിനകത്താക്കുന്നത് പോലെ മോശം കൂട്ടുകെട്ടുകളിൽ നിന്ന് അവരെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, അത് ഉപദേശിച്ചു കൊടുക്കുക. ഈ സാധനം ഭയങ്കര അപകടമാണ്, നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. പിന്നെ ഉമർ ബിൻ ഹബീബ് റഹ്മഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഇയ്യാക്കും വ മുജാലസത്തു സുഫഹാ. മക്കളോട് പറഞ്ഞ ഉപദേശം, നിങ്ങൾ വിഡ്ഢികളുടെ കൂടെ ഇരിക്കരുത്, അതായത് വൃത്തികെട്ട മോശപ്പെട്ട ആളുകളുടെ കൂടെ നിങ്ങൾ ഇരിക്കരുത്. ഫഇന്ന മുജാലസതഹും ദാ, അവരോടൊപ്പം ഇരുന്നാൽ അസുഖം വരും, ഖൽബിന് അസുഖം വരും എന്ന് മക്കളെ ഉപദേശിച്ചതുപോലെ അത് നമ്മൾ ശ്രദ്ധിക്കാം. അതുപോലെ മടി, അമിതമായ ഉറക്കം, അതൊന്നൊക്കെ കുട്ടികൾ എന്ത് ചെയ്യുക, ഉപദേശിക്കുക, ശ്രദ്ധിക്കുക. കുറേ പ്രത്യേകിച്ച് പെൺകുട്ടികൾ, ഒരു പ്രായം കഴിഞ്ഞാൽ പെൺകുട്ടികൾ കാണാം 10-11 മണി വരെ ഉറക്കം തന്നെ ഉറക്കം. ശ്രദ്ധിക്കുക, അങ്ങനെ ഉറങ്ങാൻ വിടരുത്. അവർ ഇബാദത്ത് തൊട്ട് ഒരു പണിയില്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലേ? ഇൻഷാ അല്ലാഹ്. എത്രയോ ദർസുണ്ട് കേട്ട് തീർക്കാണെങ്കിൽ കേൾക്കാലോ. അതൊക്കെ ഒരു ടൈമൊക്കെ ഷെഡ്യൂളൊക്കെ ചെയ്ത്, പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടി, 12ാം ക്ലാസ് കഴിഞ്ഞ കുട്ടി ഉറങ്ങി തീർക്കാൻ, ആൺകുട്ടികളും ചിലപ്പോൾ പെൺകുട്ടികളും. അപ്പോൾ സമ്മതിക്കരുത്. അങ്ങനെ ഉറക്കിയാൽ എന്താ സംഭവിക്കുക? ആ കുട്ടി അത് ശീലിച്ചു കഴിഞ്ഞാൽ മടിയന്മാരായി തീരും. അള്ളാഹു കാക്കട്ടെ. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറഞ്ഞു, വയുജന്നിബുൽ കസലു, മക്കളെ മടിയന്മാരാക്കുന്നതിൽ നിന്ന്, അവരിങ്ങനെ റെസ്റ്റ് എടുത്ത് വിശ്രമിച്ച് സുഖിച്ച് ജീവിക്കുന്നതിൽ നിന്ന് അവരെ അകറ്റി നിർത്തുക. അതുപോലെ കുറേ ഭക്ഷണം ഒരുപാട് തിന്ന, ഒരുപാട് വർത്താനം പറഞ്ഞ് ഇങ്ങനെ സമയം കളയാം, ഒരുപാട് ഉറങ്ങുക, അതൊക്കെ അവരിൽ നിന്ന്
പിന്നെ ഒഴിവാക്കി കളയണം. അവരിൽ നിന്ന് പിന്നെ ഫഇന്നൽ ഖസാറത ഫി ഹാദിഹിൽ ഫളുലാത്ത്, ഇത്തരം അമിതമായി ചെയ്യുന്ന കാര്യങ്ങളിൽ വലിയ നഷ്ടമുണ്ട് എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് ഓർമ്മപ്പെടുത്താൻ. മനോഹരമായ ഒരു വാക്ക് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാൻ, ഇന്നി ലഅക്റഹു അൻ അറ റജുല സബഹ്ലലൻ, ഒന്നും ചെയ്യാത്ത ഒരുത്തനെ കാണുന്നത് എനിക്ക് വെറുപ്പാണ്, എനിക്ക് ഇഷ്ടമല്ല. എന്താ ഒന്നും ചെയ്യാത്ത ഒരുത്തൻ? ലാ ഫി അമലി ദുനിയൻ വലാ ഫി അമലി ആഖിറ, ഒന്നുകിൽ ദുനിയാവിന് വേണ്ടി ദുനിയാവിന്റെ എന്തെങ്കിലും പണിക്ക് പോകണം, വല്ല കൃഷിപ്പണിക്കോ കളക്കാനോ എന്തിനെങ്കിലും പോകണം, അല്ലെങ്കിൽ ആഖിറത്തിന് വേണ്ടിയുള്ള എന്തെങ്കിലും പണിയെടുക്കണം. ഇത് രണ്ടും ഇല്ലാണ്ട് വെറുതെ തിന്നും കുടിച്ചും സുഖിച്ചും റീലും കണ്ട് നടക്കുന്നവനെ എനിക്ക് വെറുപ്പാണ് എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. അങ്ങനത്തെ മക്കളെ നമ്മൾ ഉണ്ടാക്കരുത്. നമ്മളാണ് അങ്ങനത്തെ മക്കളെ പരിശീലിപ്പിക്കുന്നത്. മടിയന്മാരാക്കി, ദുനിയാവും കിട്ടിയിട്ടില്ല, ദീനും കിട്ടിയിട്ടില്ല, എന്നിട്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. അള്ളാഹു കാക്കട്ടെ, അങ്ങനെ നമ്മൾ ചെയ്യരുത്. അതുപോലെ തന്നെ ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറഞ്ഞു, കുട്ടിയുടെ ബുദ്ധി വളർന്നു കഴിഞ്ഞാൽ ലഹ്വിന്റെയും സംഗീതത്തിന്റെയും അതുപോലെ തന്നെ പാട്ടുകൂത്തുകളുടെയും വൃത്തികെട്ട മജ്ലിസുകൾ, സദസ്സുകൾ, അവിടെ നിങ്ങൾ ആ മക്കളെ കൊണ്ടുപോയി ഇരുത്തരുത്. അവരുടെ ചെവികളിൽ അത്തരം ഹറാമായ ശബ്ദങ്ങൾ കേൾക്കുന്ന, കാഴ്ചകൾ കാണുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറയാൻ. അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ ബുദ്ധി നഷ്ടപ്പെടുന്ന രീതിയിലുള്ള മുസ്കിറാത്തുകൾ, പിന്നെ ലഹരി വസ്തുക്കൾ, അത്തരം കാര്യങ്ങളിൽ നിന്ന് വളരെ സൂക്ഷിച്ചുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി മക്കളെ നിങ്ങൾ അകറ്റി നിർത്തണം. അത് വലിയ അപകടം ചെയ്യും. അതുപോലെ കുട്ടികൾ നശിക്കാൻ കാരണമാകുമെന്ന് ഭയപ്പെടുന്ന കൂട്ടുകെട്ടുകൾ അധ്യാപകർ കൂട്ടത്തിലുണ്ടാവും. കുട്ടികളെ ബുദ്ധി നശിപ്പിക്കുന്നവർ ശ്രദ്ധിക്കണം. അല്ലെ, യുക്തിവാദവും പിന്നെ നിരീശ്വരവാദവും നമ്മളൊക്കെ ഉണ്ടായത് കുരങ്ങന്മാരിൽ നിന്നാണ് എന്ന വിഡ്ഢിവാദവും ഒക്കെ പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ടാവും. ശ്രദ്ധിക്കണം. ഇതൊക്കെ നമ്മളെ ഉത്തരവാദിത്തമാണ്. അള്ളാഹു കാക്കട്ടെ. നമ്മളെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ചിലപ്പോൾ ഇതൊക്കെ ഉണ്ടാവും, നിങ്ങളെ സിലബസിലൊക്കെ ഉണ്ടാവും, ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉണ്ടാവും. ഒക്കെ പരിശോധിക്കുക, എന്താ കുട്ടികൾ പഠിക്കുന്നത്, ഇത്തരം വിഡ്ഢിത്തങ്ങൾ പഠിക്കണ്ടാവും, അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ പൊട്ടത്തരങ്ങളാണ്, ഇതല്ല സത്യം എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ അല്ല, ഇങ്ങനെ അയച്ചു വിടുകയാണ്. എല്ലാ ഹറാമിലും തോന്നിവാസങ്ങളിലും ഒക്കെ മുങ്ങിക്കുളിച്ച് നിങ്ങൾ കുട്ടികളെ അഴിച്ചു വിടുകയാണെങ്കിൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, നീ ദയ്യൂസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, സ്വർഗത്തിന്റെ മണം കിട്ടാത്ത, സ്വർഗത്തിൽ പ്രവേശിക്കാത്ത കൂട്ടിക്കൊടുപ്പുകാരൻ ദയ്യൂസ്, അവന്റെ പണിയാണ് നീ ചെയ്യുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഫമാ അഫ്സദൽ അബ്നാഉ മിസ്ല തഗഫുലിൽ ആബാഇ വഇഹ്മാലിഹിം വഇസ്തിസാലിഹിം, മാതാപിതാക്കളുടെ അശ്രദ്ധ നിമിത്തം എത്രയെത്ര മക്കളാണ് നശിച്ചു പോയിട്ടുള്ളത്, നാശമടഞ്ഞു പോയിട്ടുള്ളത്. അതുകൊണ്ട് അക്കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്ന് ഉലമാക്കൾ, പണ്ഡിതന്മാർ നമ്മൾക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നാളെ റബ്ബിനെ കണ്ടുമുട്ടുന്ന സമയത്ത്, അള്ളാഹുവിന്റെ കോടതിയിലെത്തുന്ന സമയത്ത് റബ്ബ് ചോദിക്കുമ്പോൾ നമ്മുടെ മക്കൾ നമ്മൾക്കൊരു നിഅമത്തായി, അനുഗ്രഹമായി മാറണം. സ്വർഗത്തിൽ ഇങ്ങനെ ദറജ ഉയർത്തി മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ, റബ്ബേ എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ ദറജ ഉയർത്തപ്പെടുന്നു എന്ന് ചോദിക്കുമ്പോ, ലിസ്തിഗ്ഫാരി വലദിക ലക്, നിന്റെ മകൻ അവിടെ മസ്ജിദിന്റെ ഒരു മൂലയിലിരുന്ന് നിന്റെ ഖബറിങ്ങിൽ വന്നിരുന്ന് നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നിന്റെ ദറജ ഇങ്ങനെ ഉയർത്തപ്പെടുന്നത് എന്ന് മറുപടി കേൾക്കാൻ നമുക്ക് സാധിക്കണം. ഇൻഷാ അല്ലാഹ്. മരണപ്പെട്ടു പോകുമ്പോ, ഖബറിൽ കൊണ്ടുചെന്ന് വെക്കുമ്പോ എല്ലാ അമലുകളും മുറിഞ്ഞു പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, 3 കാര്യങ്ങൾ ഒഴികെ. അതിലൊന്ന് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനമാണ്. അത് പ്രതീക്ഷയോടുകൂടി, സന്തോഷത്തോടുകൂടി ഖബറിൽ അതിന്റെ ഒരു സുഗന്ധം, അതിന്റെ ഒരു ആസാർ, അതിന്റെ ഒരു അനന്തരം ഏറ്റുവാങ്ങാൻ സന്തോഷത്തോടു കൂടി നമുക്ക് സാധിക്കണം. അതിന് അധ്വാനം ആവശ്യമാണ്, അത്യധ്വാനം ആവശ്യമാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.